അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ്. ഈശോയെ, നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവ് ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈശോയെ, അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ വ്യത്യസ്ത വിളികളിലെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഈശോയെ.
അവരെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. വീടില്ലാത്തവരുണ്ട് ഈശോയെ, അതുപോലെ കുടുംബത്തിൽ കലഹങ്ങളുള്ളവരുണ്ട് ഈശോയെ, ഭാര്യാഭർത്താക്കന്മാർ പിരിഞ്ഞ് താമസിച്ചിട്ട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഈശോയെ, ജീവിത പങ്കാളിയെ കിട്ടാത്ത പുരുഷന്മാരുണ്ട് ഈശോയെ, ജീവിത പങ്കാളിയെ കിട്ടാത്ത സ്ത്രീകളുണ്ട് ഈശോയെ. കർത്താവെ, ഈ കാലങ്ങളിലെല്ലാം മനസ്സമ്മതം നടക്കുകയും ക്രിസ്മസ് കഴിയുമ്പോൾ കല്യാണം വരാൻ പോകുന്ന ആൾക്കാരെല്ലാം നീ അത് ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചോയെ. അന്യനാടുകളിലും വിദേശങ്ങളിലൊക്കെ ജീവിക്കുന്നവരും അവർക്ക് പറ്റുന്ന ജീവിത പങ്കാളിയെ കിട്ടാതെ വിഷമിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും ആശ്രയിക്കും. ഒരു പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. 10 പൈസ കൂടുതൽ കിട്ടിയാലേ കടങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഓർത്തുകൊണ്ട് വെണ്ണീറായി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. അവർക്ക് എത്രയും വേഗം ഒരു പോംവഴി കിട്ടാൻ പരിശുദ്ധ മാതാവ് ആശ്രയിക്കട്ടെ. പലതരത്തിലുള്ള അപകടങ്ങൾ, ആക്രമണങ്ങൾ അനുഭവിക്കുന്നവർ, ജലജീവികളുടെയും വിഷജന്തുക്കളുടെയും ആക്രമണങ്ങൾ പെട്ടിരിക്കുന്നവർ കർത്താവിൻ്റെ രക്തം അവരെ തിളക്കപ്പെടുകയും ഇതോടുകൂടി അവരുടെ രോഗങ്ങൾ വിട്ടുമാറുകയും യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ബൈബിളിൽ എപ്പോഴും നമുക്കിത് ആഗമനകാലമാണ്, കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കിപ്പാർക്കുന്ന കാലമാണ്. പൊതുവെ നമ്മൾ നോക്കിപ്പാർക്കുന്നൊരു വിഷയം എന്താ? ദൈവത്തിൻ്റെ മഹത്വമാണ്. അത് നമുക്ക് ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതെന്താ? അത് സെൻറ്റ് പോളിൻ്റെയും ആദിമസഭയുടെയും എക്സ്പീരിയൻസ് ഓഫ് ഗോഡാണ്. റോമ 8:18 വായിച്ചേ. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. വിഷയം എന്താണെന്നറിയാമോ? ഇപ്പം നമ്മൾ EMI എന്നൊക്കെ പറയത്തില്ലേ, നമ്മളെവിടെയെങ്കിലും ലോൺ എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്വലൻ്റായിട്ട് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ കൊടുക്കും, EMI. അപ്പോഴേ നമ്മൾ എടുത്ത ലോണിൻ്റെ ആനുപാതികമായിട്ടുള്ള ഡിവിഡൻഡ് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഷെയറാണ് നമ്മൾ പലിശ സഹിതം അടക്കണം. പക്ഷേ ബൈബിൾ പറയണത് നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മളിപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്ന EMI വളരെ ചുരുക്കമാണ്. എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മൾ എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വചനത്തിൻ്റെ തന്നെ ഒരു പ്രോസസ്സിങ്ങിൽ നമുക്ക് മനസ്സിലാകേണ്ടത്, ഭൂമിയിൽ ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെ സെൻറ്റ് പോള് നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യാൻ വേണ്ടിയാണ് കിട്ടിയിരിക്കുന്ന വെളിപാട്. അങ്ങനെ വരുമ്പോൾ എന്താ വിഷയം എന്ന് പറയുന്നത്, നമുക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെ എന്ത് ചെയ്യണം? നമ്മളതൊരു ഷെയറായിട്ട് നമ്മുടെ ഷെയറായിട്ട് അടയ്ക്കുക. കർത്താവിൻ്റെ കഷ്ടനഷ്ടങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് അടച്ചാലേ പറ്റത്തുള്ളൂ. കാര്യം കഷ്ടനഷ്ടങ്ങളെ കൃപയാക്കി മാറ്റിയത് ഈശോയല്ലേ. ഇപ്പോൾ ഈശോയുടെ സീൽ അടിച്ചിട്ടാണ് നമ്മൾ എക്സ്പോർട്ട് ക്വാളിറ്റി എന്നൊക്കെ. ഇപ്പം നമ്മുടെ ഈ ആലപ്പുഴയൊക്കെ കുറേ അധികം കയർ ഫാക്ടറികളില്ലേ. അപ്പോൾ ആ കയർ ഫാക്ടറികളൊക്കെ ഈ കയറൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് വീടുകളിലൊക്കെയാണേ. തറയൊക്കെ കെട്ടിയ ആൾക്കാർ 2-3 ആൾക്കാരൊക്കെ ഇരുന്നുകൊണ്ട് ചെയ്യണതാണ്. പക്ഷേ അത് വലിയ കമ്പനിയിൽ ചെല്ലുമ്പോൾ അവരത് ഡ്രിം ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് ചെയ്തിട്ട് അവിടെ സീലടിക്കുമ്പോഴാണ് അത് എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ട് മാറുന്നത്. നമ്മുടെ സഹനങ്ങൾക്കും അതുപോലെ സീലിംഗ് ഉണ്ട്. എന്താണ്? നമ്മുടെ സഹനങ്ങളെ ലഭിക്കാതിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ സീലടിക്കണം. കാരണം ക്രിസ്തുവിൻ്റെ സീലടിച്ചാൽ മാത്രമേ ഇത് മുകളിൽ മഹത്വമായിട്ട് കൺവേർട്ട് ആകത്തുള്ളൂ. അപ്പോൾ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതാണ്. അല്ല വെറുതെ ആരെങ്കിലും വഴി കിടന്ന് സഹിച്ചുകൊണ്ട് കാര്യമില്ല. മറിച്ച് ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം ഇപ്പം ചിലരൊക്കെയെന്ന് വാസ്തവത്തിൽ ഇത്തിരി സഹനം കൂടുതൽ വാങ്ങിക്കും. അവിടെ ഇപ്പം ഈശോയ്ക്കൊന്നും മാക്സിമം വാങ്ങിച്ചില്ല. അതിൽ ഈശോയുടെ നല്ല പ്രായത്തിൽ ഈശോ മരിച്ചു എന്നുള്ളതാണ്. എപ്പോഴും നമ്മുടെ മക്കളൊക്കെ തന്നെ ഇല്ലേ, 20 വയസ്സിലൊക്കെ മരിക്കണ മക്കളില്ലേ, 30 വയസ്സിൽ മരിക്കും. അപ്പന്മാർ തന്നെ നമുക്ക് 3-4 വയസ്സുള്ളപ്പോൾ മരിക്കും, ചിലപ്പോൾ 10 വയസ്സുള്ളപ്പോൾ മരിക്കും. എൻ്റെ അപ്പൻ എനിക്ക് 15 വയസ്സുള്ളപ്പോൾ മരിച്ചത്. അപ്പോൾ ഈ വിഷയം
അപ്പം നമുക്കുണ്ടാകുന്ന കഷ്ടങ്ങളെന്ന്, ഇന്നത്തെ കഷ്ടതയെന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നത്തെ കഷ്ടതകളെ നിരസാരമാക്കണമെന്നാണ് ബൈബിൾ പറയണത്. അല്ല, കഷ്ടങ്ങളെ കൊണ്ട് മുങ്ങിക്കൊണ്ട് ജീവിതകാലം പോയി നടക്കരുതെന്ന് പറയണത്. എന്ത് ചെയ്യണം? അത് നമുക്ക് ലഭിക്കായ മഹത്വത്തോട് താരതമ്യം ചെയ്ത് അതിൻ്റെ ഷെയറായിട്ട് നടക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ വരുമ്പോൾ എനിക്ക് മരണം ലാഭമാണെന്നൊക്കെ പൗലോസ് പറയണില്ലേ? ആ രീതിയിലാണ് പറയണത്. കാരണം ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെ ഓർക്കുമ്പോൾ എനിക്ക് മരണം നേട്ടമാണെന്ന് പറയണത്. ഈ മരണം നേട്ടമാണെന്ന് നമ്മുടെ വിശ്വാസം മാത്രമേ പറയത്തുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ വിഷയത്തിൽ എനിക്ക് വീടില്ല, ജോലിയില്ല, ഭർത്താവ് നേരത്തെ മരിച്ചു, കുഞ്ഞുങ്ങളെന്നെ മനസ്സിലാക്കണില്ല, മക്കളെല്ലാം മനസ്സിലാക്കണം, ഈ അവലാതിയും പറഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവൻ നിരങ്ങരുത്. അവലാതികൾ സ്റ്റോപ്പ് ചെയ്യണം. കാര്യം എന്താണ്? കർത്താവ് പറഞ്ഞു, ഒരു ദിവസം വരും, അത് നിങ്ങൾ എന്നോട് ഒരു അവലാതിയും ചോദിക്കത്തില്ലെന്ന് പറഞ്ഞു. എന്താ കാര്യം? ആ ദിവസം ഏതായിരിക്കും? കർത്താവിൻ്റെ നിന്ന് ലഭിക്കായ്ക്ക് മഹത്വത്തിന് വേണ്ടി നമ്മുടെക്ക് നിന്ന് വാങ്ങിക്കുന്ന EMI ആണ് നമ്മുടെ സഹനങ്ങളെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അമ്മയുടെ ജീവിതത്തിലേക്ക് ഭയങ്കര ഓർക്കുകയും ആ ട്രഡീഷൻ അനുസരിച്ച് അമ്മയുടെ ഭർത്താവ് 20 വയസ്സുള്ളപ്പോൾ മരിച്ചായിരുന്നു. പിന്നെ ഈശോയും അമ്മയുമായിട്ടാണ് ജീവിച്ചിരുന്നത്. 10 കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ ഈശോയും വീട് വിട്ട് ഇറങ്ങിപ്പോയി. അമ്മ ഒറ്റക്കായി. ശരിക്കും. അപ്പോൾ ഈ ഒറ്റപ്പെടലിലൂടെയാണ് അവർ ജീവിക്കുമ്പോഴും, പക്ഷെ അവർക്ക് ഉള്ള വിഷയം അവരൊരു വചനത്തിൽ വിശ്വസിച്ചാണ് ജീവിക്കുന്നത്. എന്താണ് അവർ? എന്ത് വചനത്തിലാണ്? നിന്ന് ഉത്ഭവിക്കുന്ന അത്യുന്നതൻ ദൈവത്വം വിളിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്ക് വലിയവനായിരിക്കും, സിംഹാസനം അവന് നൽകുമെന്ന് പറഞ്ഞില്ലേ? അപ്പം അമ്മ ആ രക്ഷകനാണെന്നുള്ള ബോധ്യത്തിലാണ് ജീവിക്കുന്നത്. വരാൻ പോകുന്ന മഹത്വത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് അമ്മ ഔസേപ്പിതാവിൻ്റെ മരണവും ഈശോ ഇറങ്ങിപ്പോയതും എല്ലാം വകവെച്ച് അതിനെയൊക്കെ എടുത്ത് വർദ്ധിത സന്തോഷമാക്കുകയും ആന്തരിക സന്തോഷമാക്കി മാറ്റണം. അങ്ങനെ അപ്പം ഇതിൻ്റെ പക്ഷേ ജീവിതത്തിൽ പല കാലാവസ്ഥകളുണ്ടാകും. അപ്പോഴൊക്കെ ദൈവം എന്നോട് എന്തോ അനുമതി ചെയ്ത്, എൻ്റെ കൂട്ടുകാരത്തിൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കണമല്ല, എന്നോട് ദൈവം ഇങ്ങനെ അനുമതി ചെയ്ത്, എനിക്ക് മക്കളില്ല, ഈ മരണം വരെ മക്കളില്ലാത്തവർ, എനിക്ക് മക്കളില്ലേ, അവർക്കെല്ലാം മക്കളുണ്ട്, ഇപ്പോൾ മക്കളുണ്ടായിരുന്നെങ്കിൽ ഇപ്പം എന്നെ നോക്കിയാൽ അങ്ങനെ ഒന്നും പറയരുത്. ആ ദിവസങ്ങളിൽ നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ലെന്ന്. കാര്യം എന്താണ്? ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയാണ് ഇതൊക്കെ കുപ്പയായിട്ട് കരുതുന്ന ഒരു സമയമുണ്ടാകും. അന്ന് നമ്മൾ അപരാധികൾ നിർത്തും. ഞാൻ ഇന്നലെ പറഞ്ഞത് ആന്തരിക മനുഷ്യനെക്കുറിച്ചാണ്, ഇന്ന് പറയണത് ആന്തരിക മനുഷ്യനെക്കുറിച്ച്, നമ്മുടെ മതത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചാണ്. ഓളോണേഴ്സാണ് ഇത് പറ്റത്തില്ലെങ്കിലും പതുക്കെ ഇത് പറ്റും. ഇത് ഈ അനുഭവത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ സൗന്ദര്യം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ദിവസം വളരണം മക്കളെ. ഒരു ദിവസം ദൈവം തരണത് ക്രിസ്തു വളരാൻ വേണ്ടിയാണ്. അപ്പം ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ പരാതികളില്ലാതെ, നിരാശയില്ലാതെ പ്രത്യാശയോടെ മുന്നേറുക. പ്രൈസിലാണ്. നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഹെലൻ വില്യം. ഞാൻ ആലപ്പുഴ രൂപത പുന്നപ്ര സെൻറ്റ് ജോൺ മരിയ വിയാനി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2021 ഓൺലൈനിലാണ് ഉടമ്പടി എടുക്കുന്നത്. നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് സെക്കൻഡ് ഇയറിൽ സപ്ലി എക്സാം വന്നായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സപ്ലി എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റി. പിന്നീട് ഞങ്ങളുടെ ബാച്ചിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പകുതിയോളം പേര് തോൽക്കുമായിരുന്നു. അപ്പോൾ ഉടമ്പടിയിൽ അത് ഞാൻ നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് തേർഡ് ഇയർ എക്സാം വന്നപ്പം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തുകൊണ്ട് ആ എക്സാമിൽ ഞങ്ങളുടെ കോളേജിൽ വേസ്റ്റ് ബാച്ച് എന്നും പറഞ്ഞിട്ടിരിക്കുമായിരുന്നു. ആ എക്സാമിൽ ഞങ്ങൾ 58 പേര് എക്സാം എഴുതിയതിൽ 2 പേര് മാത്രം അറ്റൻഡൻസിൻ്റെ ഇതുകൊണ്ടാണ് അവർ എക്സാം എഴുതാൻ പറ്റാതെ തോറ്റുപോയത്. ബാക്കി എക്സാം എഴുതിയ 56 പിള്ളേരിൽ 16 പേർക്ക് ഡിസ്റ്റിങ്ഷനും ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ഫസ്റ്റ് ക്ലാസ്സും 2 പേർക്ക് സെക്കൻഡ് ക്ലാസ്സുമായിട്ട് ഞങ്ങൾ എല്ലാവരും പാസ്സായി. അതുപോലെ തന്നെ ഫോർത്ത് ഇയറിലും ഞങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. വൈവേ ക്ലിയർ ചെയ്യാനും മറ്റുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ ഞങ്ങളെല്ലാവരും മാതാവിനോട്
പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 4th ഇയറിൽ എക്സാം എഴുതി എല്ലാവരും തന്നെ ഞങ്ങൾ പാസ്സായി. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ വെച്ചത്, എനിക്ക് നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ജർമ്മൻ പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു, കാരണം എൻ്റെ വീട്ടിലൊട്ടും സാമ്പത്തികമായിട്ട് ഞങ്ങൾ മുന്നിലല്ല, ഞങ്ങൾ പിന്നിൽ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് ഒരു ഇതുമില്ലായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പം അമ്മ എന്നോട് പറഞ്ഞ്, പഠിക്കാൻ ആഗ്രഹിച്ചതല്ലേ, പഠിക്കാൻ പോ. അപ്പം എൻ്റെ അച്ഛനും സപ്പോർട്ട് നിന്ന് എന്നെ പഠിക്കാൻ വിട്ടു. ഞാൻ എറണാകുളത്ത് ഡിസംബർ മാസം 27-ാം തീയതി എറണാകുളത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രൈവറ്റായിട്ട് ജർമ്മൻ പഠിക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്ന് എൻ്റെ A1 ക്ലാസ് തീരാറായപ്പം, രണ്ടാമത്തെ A2ൻ്റെ ക്ലാസ് തുടങ്ങേണ്ട ടൈമിൽ ഫീസ് അടക്കേണ്ട സമയമായപ്പം വീട്ടിൽ പൈസയുടെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലല്ല ഞാൻ നോർക്കയിൽ അപ്ലൈ ചെയ്തത്. നോർക്കയിൽ നേഴ്സുമാരെ ഫ്രീ ആയിട്ട് ജർമ്മൻ പഠിപ്പിക്കുമായിരുന്നു. കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടാണ് ഞാനത് അപ്ലൈ ചെയ്തത്. പക്ഷേ അപ്ലൈ ചെയ്ത് പിറ്റേ ദിവസം തന്നെ എന്നെ നോർക്കയിൽ നിന്ന് വിളിക്കുകയും A1 തൊട്ട് B1 വരെ എനിക്ക് അവിടെ ഫ്രീ ആയിട്ട് ജർമ്മൻ പഠിക്കാൻ പറ്റുകയും ചെയ്തു. അത് എനിക്ക് മാതാവ് ഒരുക്കി തന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നീട് ജർമ്മൻ്റെ എക്സാമിൻ്റെ സമയത്താണെങ്കിലും ഒരുപാട് പ്രയാസം ഉണ്ടായിരുന്നു എക്സാം പാസ്സാകാനൊക്കെ. ഞാനപ്പം അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ മേടിച്ചിട്ടാണ് എക്സാം എഴുതാൻ പോയത്. അങ്ങനെ എനിക്ക് എക്സാം എന്നെ പാസ്സാക്കി തന്നു. പിന്നെ എനിക്ക് ഞാൻ പ്രാർത്ഥനയിൽ നിന്ന് അകലുമ്പം എനിക്ക് എന്തോ എൻ്റെ കാര്യങ്ങളെല്ലാം ഡിലേ ആയിട്ടാണ് നടക്കുന്നത്. പക്ഷേ ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പം എനിക്ക് പെട്ടെന്ന് തന്നെ മാതാവെല്ലാം ആക്കിത്തരും. അങ്ങനെ എനിക്കൊരു പെട്ടെന്ന് ഒരു അനക്കവും, ജാനുവരിയിൽ ഞാൻ പ്രോസസ്സിങ്ങിന് കൊടുത്തെങ്കിലും ഒരനക്കവും ഇല്ലായിരുന്നു. പക്ഷേ ജൂണായപ്പം എൻ്റെ ബഷീദ് വന്നു. എൻ്റെ കൂടെ വെച്ചൊരു കൊച്ചിന് വന്നില്ല, പക്ഷേ എനിക്ക് വന്നു. എനിക്ക് കോൺട്രാക്റ്റും എല്ലാം അപ്പം തന്നെ ഇട്ട് തന്നു. ഞാൻ വിസയ്ക്ക് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്തു. പക്ഷേ അപ്പോഴും ഞാൻ ഉടമ്പടിയിലാണെങ്കിലും ഞാൻ ഉടമ്പടിയിൽ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമായിരുന്നു. ഞാൻ നന്നായിട്ട് ഉഴപ്പി കളഞ്ഞായിരുന്നു. പക്ഷേ ആ വിസ വെച്ചു, എനിക്ക് റിജക്ഷൻ വന്നു. കാരണം ഞാൻ പ്രാർത്ഥനയിൽ ഉഴപ്പിയത് തന്നെയാണ്. കുഞ്ഞിലെ ആണെങ്കിലും ഞാൻ പള്ളിയിലൊക്കെ പോകുമായിരുന്നു. ഈ പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുമാറുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ ആ റിജക്ഷൻ വന്നു. എന്നെ വീട്ടിൽ ഒരുപാട് കുറ്റപ്പെടുത്തുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ വിസ റിജക്ഷൻ വന്ന അന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് കൊന്തയൊല്ലിക്കൊണ്ടിരുന്നപ്പം കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞൊരു ജൂലൈ 7 ഉടമ്പടി എന്തായാലും ഉഴപ്പിയാണ് അത് ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലായപ്പം എനിക്ക് വീണ്ടും ഒന്നുകൂടെ ഉടമ്പടി തിരിച്ചു വരണം എന്നുള്ള ഇതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി ഒന്നുകൂടെ എടുത്തു. എടുത്ത് പ്രാർത്ഥിച്ച് പോയി. എൻ്റെ അടുത്ത് ഏജൻറ്റ് വിളിച്ച് പറഞ്ഞു, വിഷമിക്കണ്ട, പ്രീ അപ്രൂവലിന് വെച്ചിട്ടുണ്ട്, നമുക്കത് വെച്ച് രണ്ടാമത് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഇവിടുന്ന് പോയി. എൻ്റെ കൂടെ വെച്ച ചേച്ചിമാർക്കൊക്കെ മൊഡ്യൂൾസ് കുറവായിട്ടും അവർക്കൊക്കെ വിസ വന്നു. എനിക്ക് വരാഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ ഉടമ്പടിയിൽ എടുത്ത് പിന്നെ ഞാൻ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവിടുന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പോകുമ്പം എനിക്ക് മൊത്തവും സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു. എനിക്ക് വീട് വരെ അതെനിക്ക് അനുഭവിക്കാൻ പറ്റിയായിരുന്നു. പിന്നെ ഉടമ്പടി എടുത്ത് ഒക്ടോബർ മാസം എനിക്ക് പ്രീ അപ്രൂവലിൻ്റെ ഇത് വന്നു. അപ്പം ഞാൻ റിജക്ഷൻ വന്നതുകൊണ്ട് അച്ഛനെ വന്ന ആ പേപ്പേഴ്സും എല്ലാമായിട്ട് കണ്ട് അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ് മേടിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, എന്നോട് എംപ്ലോയറിൻ്റെ പേരും എല്ലാം ചോദിച്ചു, 14 ദിവസത്തിനുള്ളിൽ നടക്കും, നീ നല്ല രീതിക്ക് ഉടമ്പടിയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഇവിടുന്ന് വിശ്വസിച്ച് തന്നെ പോയി. ഞാൻ ശനിയാഴ്ചയാണ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ മേടിച്ചിട്ട് പോകുന്നത്. തിങ്കളാഴ്ച ആയപ്പം എൻ്റെ ഏജൻറ്റ് വിളിച്ചിട്ട് എനിക്ക് പ്രീ അപ്രൂവൽ വന്നെന്നുള്ള മെസ്സേജാണ് എനിക്ക് പറഞ്ഞത്. പ്രീ അപ്രൂവൽ അതിന് മുമ്പ് വന്നവർക്കും കോൺട്രാക്റ്റ് ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, 3-ാം ദിവസം എനിക്ക് പ്രീ അപ്രൂവൽ വന്നു. പിറ്റേ ദിവസം തന്നെ 4-ാം ദിവസം എനിക്ക് കോൺട്രാക്റ്റും വന്നു. 5-ാം ദിവസം ആയപ്പോൾ എനിക്ക് VFSന് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റും കിട്ടി. അച്ഛൻ എനിക്ക് കുരിശുരൂപം തന്നപ്പം ഞാൻ പ്രാർത്ഥിച്ചത്, അമ്മ ഒക്ടോബർ 25-ന് ഇവിടുത്തെ ജപമാല റാലിക്ക് ഞാൻ പങ്കെടുത്തോളാം. ഒന്നെങ്കിൽ എനിക്ക് ജപമാല റാലിക്ക് മുമ്പുള്ള വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള തിങ്കളാഴ്ചയോ എനിക്ക് VFSൽ സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. 10-ാം ദിവസം ആയപ്പം എനിക്ക് ഒക്ടോബർ 27-ാം തീയതി തന്നെ VFSൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ ഒക്ടോബർ 27-ന് ഞാൻ സബ്മിറ്റ് ചെയ്തെങ്കിലും അന്ന് തന്നെയാണ് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരോട്ട് ഡിസ്പാച്ചിന് മെസ്സേജ് വരേണ്ടത്. എനിക്കത് വന്നിട്ടില്ലായിരുന്നു. ഞാനപ്പോൾ വീട്ടിലൊന്നും പറഞ്ഞില്ല, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ മാതാവിൽ ഉറച്ചു വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു.
13-ാം ദിവസമായപ്പം ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ തിരിയിൽ മാതാവിൻ്റെ ഹൃദയത്തിൻ്റെ രൂപം വന്നു. അപ്പോൾ എനിക്ക് തന്ന അടയാളമായിട്ട് തന്നെ ഞാൻ വിശ്വസിച്ചു. ഞാൻ കാരണം ഒരു അടയാളം ചോദിച്ചായിരുന്നു മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചത്. അപ്പം എനിക്ക് ആ 13-ാം ദിവസം വിസ എംബസിയിലോട്ട് ഡിസ്പാച്ച് ആയ മെയിൽ വന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒട്ടും ഞാൻ മടി കാണിച്ചില്ല. പ്രാർത്ഥനയിൽ ഞാൻ മുന്നോട്ട് തന്നെ പോയി. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, ഇതെനിക്ക് ഉറപ്പാണ്, വിസ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പോകുന്നത് വരെ കുർബാന മുടക്കാതെ ഞാൻ പങ്കെടുക്കും എന്നുറച്ച് ഇതിൽ നിന്നു. കുർബാനയിലൊക്കെ ഞാൻ പോയി നന്നായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പം എനിക്ക് വിസയുടെ ഡേറ്റ് ഡിലേ ആവുന്നുണ്ടായിരുന്നു. 1 മാസം 15 ദിവസം കൊണ്ട് വരേണ്ട വിസയൊക്കെ എനിക്ക് ഇതുവരെ വന്നില്ല. എൻ്റെ പിന്നിൽ വെച്ച പിള്ളേർക്ക് എല്ലാവർക്കും വന്നു. അപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു. അപ്പം ഞാൻ അച്ഛനെ കണ്ടപ്പോൾ അച്ഛനോട് പറഞ്ഞ് അച്ഛൻ്റെ കൈവച്ച് പ്രാർത്ഥിച്ച്. അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചത്. ആ ആഴ്ച തന്നെ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ചൊവ്വാഴ്ച ഞാൻ കൃപാസനത്തിൽ വിളിച്ച് പ്രാർത്ഥന സഹായം പറഞ്ഞപ്പം ഇവിടുത്തെ ഒരു ചേച്ചിയാണ് ചേച്ചി എൻ്റെ അടുത്ത് യോഹന്നാൻ 4-ാം അധ്യായം 21-ാം വാക്യം, യേശുവിലെ സ്ത്രീയെ നീ വിശ്വസിക്കുക, ഈ മലയിലോ ജെറുസലേമിലോ ആരാധിക്കാത്ത സമയങ്ങൾ വരുന്നു എന്നും പറഞ്ഞുള്ള വചനമാണ് എനിക്ക് തന്നത്. സ്ത്രീയെ നീ വിശ്വസിക്കുക എന്നുള്ള വചനത്തിൽ തന്നെ ഞാൻ വിശ്വസിച്ചു. ആ വചനത്തിൽ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ആ ആഴ്ച തന്നെ വ്യാഴാഴ്ച ഞാൻ 33 വചനം പറഞ്ഞു, 33 വട്ടം വിശ്വാസ പ്രമാണം ചൊല്ലി. ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞ് രാത്രി ഞാൻ കിടക്കാൻ നേരമായപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് ഒന്നെങ്കിൽ നാളെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ എനിക്ക് വേണ്ടിയിട്ടുള്ള വചനമായിരിക്കണം പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് നാളെ വിശുദ്ധ കുർബാനയിൽ വായിക്കുന്ന വചനം എനിക്ക് വേണ്ടിയിട്ടുള്ള ആയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എന്താണെന്നറിയില്ല, അന്നത്തെ ദിവസം ഇവിടെ നേരത്തെ ഒരു ചേച്ചി പറഞ്ഞതുപോലെ അച്ഛൻ പറഞ്ഞ വചനം എനിക്ക് വേണ്ടി തന്നെയായിരുന്നു. പുറപ്പാട് 33:17, നീ പറഞ്ഞ ഈ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ സാധിച്ചു തന്നിരിക്കുന്നു, കാരണം നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. അന്ന് ഇതുവരെ എനിക്കൊരു മെയിൽ പോലും 1 മാസമായിട്ട് മെയിൽ പോലും വരാതിരുന്ന അന്ന് 10:15 എനിക്ക് മെയിലും വന്നു. അതിനു മുമ്പ് ഞാൻ കുർബാന കഴിഞ്ഞ് വന്ന് എപ്പോഴും ഇത്തിരി നേരം കിടന്നുറങ്ങും. 6 മണിക്കത്തെ കുർബാനക്ക് പോയിട്ട് ഇത്തിരി നേരം കിടന്നുറങ്ങും. ആ ഉറക്കത്തിൽ ഞാൻ മാതാവിനെ സ്വപ്നം കാണുകയും ചെയ്തു. സ്വപ്നം കണ്ടിട്ട് എന്നോട് പറഞ്ഞ വചനം ഇതാണ്, ലൂക്ക 19:9, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. എനിക്ക് ഉറപ്പാണ്, എൻ്റെ കഴിവ് കൊണ്ടല്ല, എനിക്കിത് മാതാവ് തന്നു തന്നെയാണ്. എൻ്റെ കുടുംബവും ഒത്തിരി ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങൾ സാമ്പത്തികമായിട്ട് പിന്നോക്കത്തിലാണെങ്കിലും ഒരിക്കലും ആത്മീയമായിട്ട് പിന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടില്ല. പള്ളികളിലെല്ലാം ഞങ്ങൾ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. എൻ്റെ അമ്മ എല്ലാ വെള്ളിയാഴ്ചകളിലും ക്രിസ്ത്യാനിൻ്റെ ആരാധനയിലും പങ്കെടുക്കുമായിരുന്നു. എനിക്ക് തന്ന ഈ അനുഗ്രഹത്തിന് ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ വണ്ടാന ഹോസ്പിറ്റലിലും റെയിൽവേ സ്റ്റേഷൻ, പിന്നെ ഞാൻ പഠിച്ചിരുന്ന ഹോസ്റ്റൽ, അവിടെ എല്ലായിടത്തും ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് അമ്മ എനിക്ക് തരുന്ന പൈസ കൊണ്ട് രോഗികൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. പിന്നെ വണ്ടാനത്തെ രോഗികളെ, ക്യാൻസർ പേഷ്യൻസിനെയും മെൻ്റൽ പേഷ്യൻസിനെയൊക്കെ കാണാൻ പോയി അവരോട് കുറച്ച് നേരം സംസാരിച്ചിരുന്ന് അവർക്കും എന്തെങ്കിലും എന്നാൽ കഴിയുന്നത് സഹായിക്കുമായിരുന്നു. പിന്നെ എന്നോട് സഹായം ചോദിച്ചു വന്നിട്ടുള്ള എൻ്റെ കൂട്ടുകാർക്കായാലും ആർക്കായാലും ഞാൻ സഹായം ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹത്തിനും മാതാവിനും 23 മെയ് 27-ാം തീയതിയാണ്. ഇത് എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ആദ്യം സാക്ഷ്യം പറഞ്ഞത് 2024 ജൂലൈ 10-ാം തീയതി ആയിരുന്നു. എനിക്ക് ആദ്യം തന്നെ അമ്മ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. ഞാൻ ഉടമ്പടി എടുത്ത് പോയ പിറ്റേ ദിവസം മുതൽ അമ്മ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. വലുതായിട്ട് തന്നതല്ലെങ്കിൽ പോലും ചെറുതായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം അമ്മ തന്നു. ഞാൻ വീട്ടിലെ ഊണ് നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ഡെയിലി ഒരു 25 ഊണ് തരണേന്ന് പറഞ്ഞു. അമ്മ പിറ്റേ ദിവസം മുതൽ 25 എന്നുള്ളത് ഓരോ ദിവസവും കൂടി 200-ഓളം ഊണുകൾ തന്ന അമ്മ എന്നെ അനുഗ്രഹിച്ച്. അങ്ങനെ ഇരിക്കെ എനിക്ക് ഗൾഫിൽ പോകാൻ ചാൻസ് വന്നു. ഞാൻ ഗൾഫിൽ പോയി. അവിടുന്ന് വന്നാണ് ഞാൻ അമ്മയോട് സാക്ഷ്യം പറഞ്ഞത്. ഇപ്പം ഞാൻ വന്ന് സാക്ഷ്യം പറയാൻ വന്നത്, എനിക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു, അത് സൗഖ്യപ്പെട്ടതിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ അമ്മയുടെ അടുത്ത് ഇപ്പോൾ സാക്ഷ്യം പറയാൻ വന്നത്. ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഒരു ചെറിയ അസ്വസ്ഥതയും കാര്യങ്ങളുമായിട്ട് ഒരു ചെക്കപ്പിന് പോയതാണ്. അവിടെ 2 വർഷത്തെ മെഡിക്കൽ വിസ എടുക്കാൻ വേണ്ടി മെഡിക്കൽ ഉണ്ടായിരുന്നു. അപ്പം നാട്ടിൽ വന്നൊന്ന് ചെക്കപ്പ് നടത്തിയിട്ട് പോകാമെന്നും പറഞ്ഞ് വന്നതാണ്.
അപ്പോൾ വന്ന് എക്കോയും എല്ലാം എടുത്ത് നോക്കിയപ്പം എനിക്ക് ഹാർട്ടിന് ചെറിയ ബ്ലോക്കുണ്ട്. അപ്പം അത് 5 ഗ്രാം ചെയ്ത് നോക്കണം. അപ്പോൾ അത് എത്രത്തോളം ബ്ലോക്ക് ഉണ്ടെന്ന് അന്നേരേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം എന്ന് പറഞ്ഞു. ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അടുത്ത ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോഴും അതുപോലെ തന്നെ പറഞ്ഞു. അങ്ങനെ ഇരുന്നു. ഞാനിവിടെ വന്നു. അച്ഛനെ കണ്ടില്ല, അല്ലാതെ തന്നെ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച്. ഒരാളെ ഉടമ്പടി എടുക്കാൻ ഞാൻ കൊണ്ടുവന്നതായിരുന്നു. അവർക്ക് ഉടമ്പടി എടുപ്പിച്ച് മേളിൽ അവരിരുന്ന സമയത്ത് ഞാൻ താഴെ ഇരുന്നപ്പോൾ അച്ഛനിങ്ങനെ വരുന്നു, എല്ലാവരും മാറി നിൽക്കണമെന്ന് വന്നൊരു സിസ്റ്റർ പറയുന്നു. എല്ലാവരും മാറി 2 സൈഡിലോട്ട് നിൽക്കുന്നു. അച്ഛൻ വന്നൊരു വീൽ ചെയറിൽ ഇരുന്ന ഒരു അപ്പച്ചനെ തൈലം പൂശി പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ അവിടെ സ്റ്റെപ്പിൻ്റെ അവിടെ തന്നെ അങ്ങനെ നിന്നപ്പോൾ കാണാൻ എല്ലാവരും 2 സൈഡിൽ നിന്ന് അച്ഛനിങ്ങനെ കൈ തൊട്ട് ഓരോരുത്തരെ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയോ ഞാനും ചെന്ന് അച്ഛൻ്റെ അടുത്തോട്ടൊന്ന് ചെല്ലാം എന്ന് വിചാരിച്ചു. ഞാൻ ഓടി ഏറ്റവും ഫ്രണ്ടിൽ വന്ന് നിന്നു. ഞാനങ്ങനെ അച്ഛനെന്ന് വിളിക്കണമെന്ന് പ്രതീക്ഷിച്ചോ എടുത്തോ ഒന്നും അല്ല ഞാൻ വന്നത്. പക്ഷേ ഞാൻ അച്ഛൻ എൻ്റെ അടുത്ത് വന്നപ്പം ഞാൻ അറിയാതെ എങ്ങനെയാണെന്ന് ഇപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ അച്ഛോന്നൊന്ന് വിളിച്ചു. പെട്ടെന്ന് അച്ഛൻ അവിടെ നിന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അച്ഛനോട് പറയുന്നെങ്കിലും ഞാൻ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അച്ഛൻ എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ട്, ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് കരയാണ്. അച്ഛൻ ഏതാണ്ട് ഒരു 3 മിനിറ്റോളം എൻ്റെ നെഞ്ചത്ത്, അതെനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയും തിരക്കുള്ള ഒരച്ഛൻ നിന്ന് പ്രാർത്ഥിച്ച് തലയിൽ പിടിച്ചിട്ട് അച്ഛനങ്ങ് പോയി. അപ്പം ഞാൻ എന്നും തൈലം നെഞ്ചത്ത് പുരട്ടി പ്രാർത്ഥിച്ചിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഇനി ചെന്ന് 5 ഗ്രാം എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എൻ്റെ മോൻ സ്ഥലത്തില്ലായിരുന്നു. അപ്പോൾ അവൻ വന്നപ്പം പോയി 5 ഗ്രാം എടുത്ത് നോക്കിയപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് 4 സൈസ് ഹാർട്ടിൻ്റെ ഗുളിക തന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴും ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ കൈ കയറി പിടിച്ചിട്ട് ചോദിച്ചു, എനിക്കെന്ത് അസുഖമൊന്നുമില്ലേ? അപ്പോൾ എന്നോട് ചോദിച്ചു, എന്ത് അസുഖം വേണമായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 2 ഹോസ്പിറ്റലിലും അസുഖം ഉണ്ടെന്ന് പറഞ്ഞു വിട്ടു, ഇപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ല, ഒന്നുമില്ല, മരുന്നുകളെല്ലാം നിർത്താം എന്ന് പറഞ്ഞ് എല്ലാ മരുന്നും നിർത്തി. അങ്ങനെ എനിക്കൊരു രോഗസൗഖ്യം തന്ന് എന്നെ സുഖപ്പെടുത്തി. അതിന് അമ്മയ്ക്ക് 1000 നന്ദി. രണ്ടാമത്തെ സാക്ഷ്യം, 7 വർഷം കൊണ്ട് എനിക്കൊരു കേസുണ്ടായിരുന്നു കോടതിയിൽ. അത് ഞാനിപ്പോൾ ഇവിടാണ് ഞാനത് പറയുന്നത്. എൻ്റെ വീട്ടിലോ എൻ്റെ ബന്ധുക്കൾക്കോ എൻ്റെ സുഹൃത്തുക്കൾക്കോ ആർക്കും അറിയില്ല. ഞാനത് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തു. ഒരു ചെക്ക് കേസായിരുന്നു. ഒരാളുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ വാങ്ങിച്ചു. സമയത്ത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ചെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നും എഴുതിയല്ല കൊടുത്തത്. അപ്പോഴവരത് സമയത്ത് കിട്ടാത്തത് കൊണ്ട് അതവർ 1 ലക്ഷം എന്നുള്ളതിന് 5 ലക്ഷം എഴുതി കേസാക്കി. ഞാൻ അറിഞ്ഞില്ല, ഞാൻ സ്ഥലത്തില്ലാത്തത് കൊണ്ട് എൻ്റെ പേര് ഇങ്ങനെ കോടതിയിൽ നിന്ന് വരുന്നു ഒന്നും ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം ഒരു വാട്സപ്പിലൊരു മെസ്സേജ് വന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് വന്നു ഇവിടെ അഡ്വക്കേറ്റിനെ കണ്ട് സംസാരിച്ചപ്പോൾ അത് ജാമ്യം എടുക്കേണ്ട വരെ ഒരു കേസായി കിടക്കുവാണ്, വാറണ്ടായി കിടക്കുവാന്ന് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തു. കാരണം നാട്ടിലില്ല, അവനോട് ആരോടും പറഞ്ഞില്ല. ഞാൻ നേരെ ഇവിടെ വന്നു. ഗൾഫിൽ നിന്ന് വന്നതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ വന്നു. അവിടെ ഉടമ്പടി പുതുക്കാൻ വന്നതല്ല, ഇത് അച്ഛനെ ഒന്ന് കാണണം ഇതുപോലാണെന്നും പറഞ്ഞ് വാട്സപ്പിൽ ഞാൻ അവിടെ കാണിച്ചു. അപ്പോൾ പറഞ്ഞില്ല, ഉടമ്പടി പുതുക്കണമെന്ന് പറഞ്ഞു. കാരണം ഞാൻ പോയിട്ട് 8 മാസമായിരുന്നു. 8 മാസം കൊണ്ട് ഉടമ്പടി പുതുക്കാതിരുന്നത് കൊണ്ട് ഉടമ്പടി പുതുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സമയം കഴിഞ്ഞു. പെട്ടെന്ന് പിന്നെ മാനേജറെ കാണാൻ പറഞ്ഞു. മാനേജറിൻ്റെ അടുത്ത് ചെന്നപ്പം എനിക്ക് ഉടമ്പടി പുതുക്കാൻ സാർ എഴുതി തന്നു. അങ്ങനെ ഉടമ്പടി പുതുക്കി അച്ഛനെ കാണാനുള്ള എഴുതി തന്നു. അച്ഛൻ പ്രാർത്ഥിച്ച് പേപ്പർ ഞാൻ പോയി ഫോട്ടോസ്റ്റാറ്റ് എടുത്തുകൊണ്ട് വന്നെല്ലാം കൊടുത്തു. അച്ഛൻ പ്രാർത്ഥിച്ച് എനിക്ക് തിരികെ തന്ന് അമ്മയിലുള്ള വിശ്വാസത്തിൽ ഞാൻ ഒറ്റയ്ക്ക് കോടതിയിൽ പോയി. ഒറ്റയ്ക്ക്, ഒരു മനുഷ്യൻ്റെ സഹായം ഇല്ലാതെ ഞാൻ പോയി. എന്നെ 2 പേരെ അഡ്വക്കേറ്റ് എന്നെ ഇടപാട് ചെയ്തു. 2 പേരെ നിർത്തി ജാമ്യം എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ 5 മാസമേ ആയുള്ളൂ മൊത്തത്തിൽ. അത് 2 തവണ എന്നെ കോടതിയിൽ കേസിൻ്റെ അവധിക്ക് വിളിച്ചു. അവർ മാറ്റിവെച്ചു. കഴിഞ്ഞ മാസം 5-ാം തീയതി കഴിഞ്ഞപ്പം അവരുടെ അഡ്വക്കേറ്റ് വിളിച്ചിട്ട് പറയുന്നു, നിങ്ങളുടെ കേസ് പിൻവലിക്കുന്നു. കാരണം എനിക്കെതിരെ കൊടുത്ത കക്ഷി പറഞ്ഞു, ആ ചേച്ചി ഒരു പാവമാണ്, അവരുടെ എന്തോ ഒരു സാഹചര്യം കൊണ്ട് അവർക്ക് ആ പൈസ തരാൻ പറ്റിയില്ല,
അത് പക്ഷേ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞാനും ഇങ്ങനെ ചെയ്തു പോയി. ഇനി ആ ചേച്ചിയെ കോടതിയിൽ കയറ്റരുത്, അതുകൊണ്ട് ആ കേസ് പിൻവലിക്കണം. ചേച്ചിയെ വിളിച്ചിട്ട് ചോദിക്കണം ചേച്ചിക്ക് എന്ത് തരാൻ പറ്റും എന്ന് ചോദിക്കും. അത് നമുക്ക് വിട്ടു തന്ന്. ഇപ്പം ഞാൻ പറഞ്ഞു 5 ലക്ഷത്തിൻ്റെ ചെക്കാണ് അവർ എഴുതി കൊടുത്തത്, എനിക്ക് അത്രയും കൊടുക്കാൻ പറ്റില്ല, 1 ലക്ഷം രൂപയാണ് ഞാൻ കൊടുക്കാനുള്ളത്, അത് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞു. അതിനും അവർ സമ്മതിച്ചു. 5 ലക്ഷം രൂപയുടെ ചെക്ക് ഞങ്ങൾക്ക് തിരിച്ചു തന്നു. അന്ന് ഞാൻ അമ്മയിൽ മാത്രം വിശ്വസിച്ചാണ്, അമ്മയെ മാത്രം കൂട്ടുപിടിച്ചാണ് പോയത്. പോകുമ്പം ഞാൻ ഉടമ്പടി തൈലവും പത്രവും ഉപ്പും എല്ലാം ആയിട്ടും എൻ്റെ ധൈര്യത്തിന് കൂടെ ആരെയും കൂട്ടിയില്ല. പോയി അവിടെ ഇരിക്കുന്നവർക്കും ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നു. അമ്മ അങ്ങനെ ഒരു അനുഗ്രഹം തന്നു. അമ്മ എന്നെ അനുഗ്രഹിച്ചു. ആ കേസ് പിൻവലിച്ചു. ഇനി ഈ ഞാൻ പറയുന്ന ഈ സാക്ഷ്യത്തിലോടായിരിക്കും മറ്റുള്ളവരറിയുന്നത്. ഇത് ഞാൻ ആരോടും ഷെയർ ചെയ്യാത്ത കാര്യമാണ്. ഇതാണ് എൻ്റെ രണ്ടാമത്തത്. ഇനി മൂന്നാമത്തത്, 7.5 വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിക്കുമായിരുന്നു. 5 സെൻറ്റ് സ്ഥലവും വീടും ഉണ്ടായിരുന്നു. ഇച്ചിരി ബാധ്യതയൊക്കെ വന്നപ്പോൾ അത് വിറ്റു. അങ്ങനെ ഇപ്പം 7.5 വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിച്ചിരുന്നു. ഞാൻ ഉടമ്പടിയിൽ ആദ്യമേ അമ്മ ഒരു വീട് തരണേന്ന് പറഞ്ഞു. പക്ഷേ അത് തരാനുള്ളൊരു വഴി വേണമല്ലോ. അന്നേരം എനിക്കറിയാം അതിനുള്ള സാഹചര്യം. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല അമ്മയുടെ അടുത്ത്. അമ്മ എനിക്ക് തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ ഓരോ നിമിഷവും അമ്മ എനിക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നു. 1 വയസ്സുള്ള ഒരു കുഞ്ഞിനെ അമ്മമാർ കൈപിടിച്ച് നടത്തുന്നത് എങ്ങനെ, അതുപോലാണ് അമ്മ എന്നെ കൈപിടിച്ച് നടത്തിയത്. ഒരുപാട് വീടില്ലാത്ത ദുഃഖമില്ല, സ്ഥലമില്ലാത്ത ദുഃഖമില്ല, ഒന്നുമില്ല. പക്ഷെ അതിനപ്പുറം മനസ്സമാധാനം. നമ്മൾ ഒരു കാലെടുത്ത് വെച്ചാൽ അവിടെ അമ്മയുണ്ട് എന്നൊരു തോന്നൽ. വീട് നിറഞ്ഞ് അമ്മ നിൽക്കുകയാണ്. നമ്മുടെ കുടുംബത്ത് എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാം തരും. എനിക്ക് ഹസ്ബൻഡില്ല, 5 വർഷമായി മരിച്ചു പോയിട്ട്. ഒരു മോനും മരുമോളും കുഞ്ഞുമുണ്ട്. സന്തോഷമായിട്ട് ജീവിക്കണം, ആ ഒരു ആഗ്രഹം മാത്രമേ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുള്ളൂ. ഉടമ്പടിയിൽ വെച്ചപ്പോൾ വീട് വേണോ അമ്മ, ഒരു വീട് തരണേ എന്നൊക്കെ പറഞ്ഞു വെച്ചു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. അത് അമ്മ തരും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായത് കൊണ്ടായിരിക്കാം എനിക്കങ്ങനെ തോന്നിയത്. അങ്ങനെ ഓരോ പ്രാവശ്യം ഉടമ്പടി പുതുക്കുമ്പോഴും ഞാനത് വെക്കുന്നുണ്ട്, പക്ഷെ ഞാനത് പ്രാർത്ഥിച്ചില്ല. അങ്ങനെ 2-3 മാസത്തിന് മുമ്പ് എനിക്ക് തന്നെ അങ്ങ് സ്വയം തോന്നി, 7 വർഷമൊക്കെ കഴിഞ്ഞല്ലോ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് ഇനിയെങ്കിലും ഒരു വീട് വേണ്ടേ. അപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ സമയമായില്ലയോ ഞങ്ങൾക്കൊരു വീട് തരാനെന്ന്. അങ്ങനെ പറയുന്നതല്ലാതെ അമ്മ ഒരു തരത്തിലും അമ്മ എന്താ തരാത്ത എന്നൊന്നും ഞാൻ ചോദിക്കാറില്ല. അങ്ങനെ ഇരിക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ 5 സെൻറ്റ് സ്ഥലം പോയെടുത്ത് അമ്മ 15 സെൻറ്റ് സ്ഥലം തന്ന് അനുഗ്രഹിച്ച്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു അത് രജിസ്റ്റർ ചെയ്ത്. അതുകൂടെ കഴിഞ്ഞിട്ട് വന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഈ 3 കാര്യങ്ങൾ കൂടെ സാക്ഷ്യം പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്ന് പറയാൻ മോൻ്റെ ജോലിക്കായിട്ടുമാണ്. അത് ഇവിടെ പറയാം. മോൻ മർച്ചൻ്റ് നേവിയിലാണ്. അവന് കിട്ടിയ അനുഗ്രഹങ്ങളും കാര്യങ്ങളും അത് ഇപ്പം മോനില്ലാത്തതുകൊണ്ട് അത് പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഒരുപാടെന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രത്തോളം അനുഗ്രഹം ഓരോരോ ചെറിയ കാര്യത്തിനും. എനിക്ക് ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച്, അമ്മ എനിക്ക് ഒരു ജോലി വേണം. ഞാൻ വീട്ടിൽ ഊണ് നടത്തി ഹോട്ടലിൽ നടത്തി ഇരുന്ന സമയത്താണ് ഗൾഫിലോട്ട് പോയത്. അവിടെ ഒരു 5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്, എൻ്റെ കൂട്ടുകാരിയുടെ കൊച്ചുമോളെ നോക്കാൻ. അവിടെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെയുള്ള അസുഖവും ഇങ്ങനെ ഒരു കേസിൻ്റെ ഒക്കെ ആയിട്ട് എനിക്ക് തിരിച്ചു വരേണ്ടി വന്നത്. അപ്പോൾ ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ച്, അമ്മ എനിക്കൊരു ജോലി വേണം, എനിക്കത് കിട്ടണം എന്ന് പ്രാർത്ഥിച്ച്. ഞാൻ ഒരു വ്യാഴാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. പിറ്റേ വ്യാഴാഴ്ച എന്നെ ഒരു ഹോസ്റ്റലിൽ നിന്ന് വിളിക്കുന്നു, ജോലിക്ക് ഞാൻ പോകുന്നു. അന്നേരം ഞാൻ പ്രാർത്ഥിച്ചു, എല്ലാ മാസവും ഞാൻ അമ്മയുടെ അടുത്ത് വന്നിരിക്കാം എന്ന് പറഞ്ഞു. എല്ലാ മാസവും ശമ്പളവും വാങ്ങിച്ച് ഞാൻ അമ്മയുടെ അടുത്ത് വരും, ഇവിടെ വന്നിരിക്കും. എന്നിട്ട് അമ്മയ്ക്ക് പൈസയ്ക്കൊന്നും ആവശ്യമില്ല, അമ്മ നമ്മുടെ പൈസയൊന്നും ആഗ്രഹിക്കുന്നില്ല. അമ്മ ആഗ്രഹിക്കുന്നത് പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ആഹാരം അങ്ങനെയുള്ളതാണ്. ആദ്യ ശമ്പളം വാങ്ങിച്ച് ഞാൻ ഇവിടെ വന്നു. ഇവിടെ എടുത്തിട്ട് പിറ്റേന്ന് രാവിലെയാണ് ഞാൻ പോകുന്നത്. കാരണം 5 ബസ് കയറി ഇറങ്ങിയാണ് ഞാൻ വരുന്നത്. 4-5 മണിക്കൂറത്തെ യാത്രയുണ്ട്. ഒരു മാസം 2 ലീവേ ഉള്ളൂ. അവിടുന്ന് ഉച്ചയ്ക്ക് ഇറങ്ങും, വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ വരും. ഇവിടെ ഏതെങ്കിലും ഒരു റൂം എടുത്ത് താമസിച്ച് പിറ്റേന്ന് രാവിലെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പാവപ്പെട്ടവർക്ക് ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഞാൻ വീട്ടിൽ പുനലൂർ വരെ എത്തുമ്പോൾ 5 മണിയാവും. പിറ്റേന്ന് വെളുപ്പിനെ 5 മണിക്ക് എനിക്ക് തിരിച്ചു പോകണം.
അപ്പോൾ 5 ബസ് ഒരു ദിവസം 5 ബസ്, ഇങ്ങോട്ട് 5 ബസ് കയറി ഇറങ്ങി വരണം, തിരിച്ച് 5 ബസ് കയറി. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും എല്ലാ മാസവും ഞാൻ വരും. അങ്ങനെ ആദ്യത്തെ മാസം ഇങ്ങനെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് 2ാമത്തെ മാസം ഞാനിവിടെ ശമ്പളവും വാങ്ങിച്ച് ഇവിടെ ഇങ്ങനെ വന്നിരുന്നു. ഗൾഫിലെ കടലിൽ 2000 രൂപ 3000 രൂപയുടെ കുറവ് മാത്രമേ എനിക്കിവിടെ കിട്ടിയുള്ളൂ. അത്രയും തന്നാണ് അമ്മ എന്നെ അനുഗ്രഹിച്ചത്. എന്നിട്ട് ഞാനിവിടെ ഇരുന്നിട്ടും ഈ പൈസ അമ്മ ഞാൻ ഈ പ്രാവശ്യം എന്ത് ചെയ്യണോ അമ്മേ, ഞാൻ ശമ്പളവും വാങ്ങിച്ചുകൊണ്ട് വന്നയാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരുന്നപ്പം ആരോ വന്നെൻ്റെ തൊടയിൽ ഇങ്ങനെ ഒന്ന് തൊട്ട്. അപ്പം ഞാൻ നോക്കിയപ്പം ഒരു 40 വയസ്സുള്ള ഒരു 2 കുഞ്ഞുങ്ങളും ഉണ്ട്. എന്നോട് ഞാൻ ചോദിച്ചു എന്തുവാന്ന് വെച്ചോ, പറഞ്ഞ് ചേച്ചി ഇത് എവിടെ എഴുതിയിടണ്ടേന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്തോ ഒരു പേപ്പർ, അത് നമ്മുടെ ആവശ്യങ്ങൾ. ഞാൻ പറഞ്ഞു അങ്ങനെ എഴുതിയിടാൻ പറ്റത്തില്ല, നമ്മൾ ഉടമ്പടി എടുക്കണം. എഴുതിയിടാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഉടമ്പടി നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊന്നും അനങ്ങില്ല. ഞാൻ ചോദിച്ചു അത് ഉടമ്പടി എടുത്താൽ മതി, അത് എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അത് അവിടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ കൊച്ചും മിണ്ടായിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്തോ ഉടമ്പടി എടുക്കാൻ പൈസ ഇല്ലേന്ന് ചോദിച്ചപ്പം അങ്ങ് കരഞ്ഞ്. അന്നേരം പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് കരഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചേച്ചി എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 45 ദിവസമേ ആയുള്ളൂ, അത് ഇവിടെ അടുത്ത് തന്നെ ഉള്ളതാണ്. 45 ദിവസമേ ആയുള്ളൂ, എൻ്റെ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തുമെന്ന് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കൈ കയറി പിടിച്ചിട്ട് പറഞ്ഞു വിഷമിക്കേണ്ട, അമ്മയുടെ അടുത്തല്ലേ വന്നത്, ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഉടമ്പടി എടുക്കാൻ ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു. അന്നേരം ഇത് ഒന്നും മിണ്ടാതിരുന്ന് 2 കുഞ്ഞുങ്ങളും കൂടെ ഉണ്ട്, അവരെയും വിളിച്ച് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയി അവർക്ക് ഉടമ്പടി എടുക്കാനുള്ള പൈസയും കൊടുത്ത് അവിടെ എല്ലാം കാണിച്ചു കൊടുത്തിട്ട് അവരെ വിട്ടു. അവർ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ കൊച്ചു വന്നു, ഉടമ്പടി എടുത്തു. എന്നെ വിളിച്ച് ചേച്ചി ഞാൻ പോയി ഉടമ്പടി എടുത്തു എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ചേച്ചി എനിക്ക് ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി, എൻ്റെ മക്കളെ വളർത്താൻ അമ്മ ഒരു വഴി കാണിച്ചു തന്നു എന്ന് പറഞ്ഞ്. ആ കൊച്ചിൻ്റെ കരച്ചിൽ ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. കാരണം ഞാൻ എങ്ങനെ ഈ കുഞ്ഞിനെ വളർത്തും എന്നാണ് അതെന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു അമ്മയുടെ അടുത്തല്ലേ വന്നേ, അമ്മ എന്നെ ഒരു വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു 10ഓളം പേരെ ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. ഗൾഫിൽ പോകുമ്പം അവിടെ വിസ പുതുക്കാൻ പോകും. അപ്പോൾ ഈ ഇവിടുന്ന് കിട്ടുന്ന പത്രവും കൊണ്ടുപോകും, അല്ലെ എൻ്റെ കൂട്ടുകാർ പത്രം കൊടുത്തു വിടും. അപ്പോൾ ഈ പത്രം ബാഗ് ഒരു ഉറപ്പിന് നമ്മൾ വേറെ ഒമാനിലൊക്കെയാണ് വിസ പുതുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ റൂമിൽ മലയാളികൾ ജോലിക്ക് വന്നവർ, ജോലി കിട്ടാതെ തിരിച്ച് പോകാൻ പോകുന്നവർ, അങ്ങനെയുള്ളവർ. അപ്പോൾ ഒരു കൊച്ചിങ്ങനെ ആൻറ്റി ഞങ്ങൾ അടുത്ത ഒരു തവണയും കൂടെ വിസ പുതുക്കാൻ പറ്റൂ, പിന്നെ ഞാനങ്ങ് തിരിച്ചു പോവുക, ജോലി കിട്ടിയില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മോളെ പിന്നെ കൃപാസനത്തിലൊരമ്മയുണ്ട്, അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ അത് ഓടി എൻ്റെ അടുത്തൊന്ന് എവിടെ ആൻറ്റി എല്ലാം ചോദിച്ചു. അവർ തൃശ്ശൂരാണ്. ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ പറഞ്ഞ് ആൻറ്റി എനിക്ക് ആ പ്രാർത്ഥനയൊന്ന് ഇട്ട് തരണേ, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം ഞാൻ അവിടെ ചെന്ന് ഡ്രസ്സ് മാറുന്നതിന് മുമ്പ് ആ കൊച്ചിൻ്റെ കോള് വരുന്നു, ആൻറ്റി പിന്നെ ആ പ്രാർത്ഥനയൊന്ന് ഇട്ട് തരണേ, ഞാനൊന്ന് ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കാനാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാം രാവിലത്തെയും വൈകിട്ടത്തെയും എല്ലാം ഇട്ട് കൊടുത്തു, പ്രാർത്ഥിച്ചു. 10ൻ്റെ അന്ന് അതിന് ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു, ആ ജോലിയും കിട്ടി. അപ്പോൾ അവർക്കങ്ങ് ഭയങ്കര വിശ്വാസമായി. അപ്പോൾ ആ കൊച്ചിനവിടെ ജോലിയായി. അതിൻ്റെ അമ്മ ഇവിടെ തൃശ്ശൂരിൽ നിന്ന്, അതിൻ്റെ അമ്മയും അവരുടെ അമ്മയും കൂടെ 2 പേര് വന്നു. ഞാൻ പുല്ലൂരിൽ നിന്ന് വന്നു. ഇവിടെ അവർ 2 പേരും ഉടമ്പടി എടുത്തു. ആ കൊച്ചിന് ജോലി കിട്ടി. അതുപോലെ ഒരുപാട് പേര് ഇങ്ങനെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ പത്രം അങ്ങോട്ട് കാണിക്കുമ്പോഴേ തട്ടിപ്പറിച്ചുകൊണ്ട് അങ്ങ് പോകുമായിരുന്നു. നമ്മൾ ഒരുപാട് പത്രമൊന്നും കൊണ്ടുപോയിട്ടില്ല. ചിലപ്പോൾ കൂട്ടുകാർ 2-3 പത്രമായിരിക്കും എനിക്ക് കൊടുത്തു വിടുന്നത്. പക്ഷേ എല്ലാവരും കൈ നീട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ അവിടെ എല്ലാം പത്രം കൊടുക്കുമായിരുന്നു. ഇവിടെ ആണെങ്കിലും ബസ്സിലാണെങ്കിലും. അങ്ങനെ ഞാനിങ്ങനെ കഴിഞ്ഞ 2 ഓണമൊക്കെ ആയ സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അപ്പം ഞാനിങ്ങനെ 2 മാസം എനിക്ക് വരാൻ പറ്റിയില്ല. എൻ്റെ ചേച്ചി മരിച്ചുപോയി. അങ്ങനെ ആ സമയത്ത് വരാൻ പറ്റില്ല. അങ്ങനെ ഞാനങ്ങ് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു. അമ്മ പ്രാർത്ഥിച്ചല്ല, മനസ്സിലെ ആഗ്രഹങ്ങൾ അമ്മ അറിഞ്ഞ് ചെയ്തു തരുക, പ്രാർത്ഥിച്ചിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു എനിക്കിങ്ങനെ ഹോസ്റ്റൽ നടത്തണം, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ ഒരു ജോലി കിട്ടണം എന്നൊക്കെ. ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഈ ജോലി കിട്ടുക. അങ്ങനെ ഇപ്പം എൻ്റെ ഒരാഗ്രഹം തിരുവനന്തപുരത്ത് കിട്ടിയിരുന്നെങ്കിൽ ഒറ്റ ബസ്സിന് എനിക്ക് അമ്മയുടെ അടുത്ത് വരാമായിരുന്നല്ലോ എന്ന്. അങ്ങനെ ഇരുന്നപ്പോൾ കാണാം പത്രം ഇങ്ങനെ ചുമ്മാ എടുത്ത് നോക്കിയപ്പോൾ ഒരു വേക്കൻസി കിടക്കുന്നു. ഞാൻ വിളിച്ചു. തിരുവനന്തപുരത്ത് ഒരു ഹോസ്റ്റലിൽ നിന്ന് എന്നെ വിളിച്ച് കഴിഞ്ഞ മാസം.
ഞാൻ 1 മാസം ജോലി കഴിഞ്ഞതാണ്ട് ഇപ്പം ശമ്പളവും വാങ്ങിച്ച് ഇറങ്ങിയതാണ്. എനിക്കിപ്പോൾ ഒറ്റ ബസ്സിൽ അമ്മയുടെ അടുത്ത് വന്നിറങ്ങാം, ഒറ്റ ബസ്സിൽ തിരിച്ച് അവിടെ എത്താം. ഞാൻ 5 ബസ് കയറിയാണ് ഇവിടെ വരുന്നത്, തിരിച്ച് 5 ബസ് കയറിയാണ് തിരിച്ചു പോകുന്നത്. അത്രയ്ക്ക് എല്ലാ മാസവും വരും അമ്മയുടെ അടുത്ത്. ആ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ ആൻജിയോഗ്രാം ചെയ്യണമായിരുന്നു. ആ മാസം എനിക്ക് വരാൻ പറ്റിയില്ല. ഒക്ടോബറിൽ വരാനായിട്ടിരുന്നതിൻ്റെ തലേദിവസം എൻ്റെ ചേച്ചി മരിച്ചു. അങ്ങനെ വന്ന് ഈ കഴിഞ്ഞ മാർച്ച് മാസം തൊട്ട് എല്ലാ മാസവും ഞാൻ അമ്മയുടെ അടുത്ത് വരും. എനിക്ക് അമ്മയും ഇല്ല, അച്ഛനും ഇല്ല. പക്ഷേ എൻ്റെ കുടുംബ വീട്ടിൽ പോകുന്ന കുടുംബത്തിപ്പോൾ ആരുമില്ല എങ്കിൽ പോലും നമ്മൾ അമ്മമാരുടെ വീട്ടിൽ പോകുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലേ. ആ ദിവസം എണ്ണിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ അമ്മയുടെ അടുത്ത് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മ തന്ന അനുഗ്രഹങ്ങൾ ഒരുപാടാണ്. ഗൾഫിൽ വെച്ച് ഞാൻ ഇങ്ങോട്ട് വരാൻ ടിക്കറ്റ് എടുത്തു. 6-ാം തീയതി എനിക്ക് വരാം, മാർച്ച് 6-ന് ടിക്കറ്റ് എടുത്തു. അപ്പം 4-ാം തീയതി വൈകുന്നേരം ആ കുഞ്ഞിന് ഉഴുന്നുവട ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് എണ്ണ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് എൻ്റെ മുഖത്ത് മൊത്തം പാടായി. ഞാൻ എൻ്റെ ഇപ്പോൾ 7 പാട് മൊത്തത്തിൽ ഇല്ല, ചിക്കൻ ബോക്സ് വന്ന് പൊള്ളിയിരിക്കുന്ന പോലെ. അപ്പോൾ പെട്ടെന്ന് നമുക്കില്ല പൊള്ളുമ്പോൾ നമ്മൾ പോയി പേസ്റ്റ് എടുത്തേക്കും. ഞാൻ അങ്ങനെ ബാത്റൂമിൽ കയറി കണ്ണാടി നോക്കിയപ്പോൾ മൊത്തം ചുമന്നങ്ങ് നിമിഷ നേരം കൊണ്ട് എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റാത്ത പോലെ അങ്ങായാലും ഞാൻ ചെന്ന് പേസ്റ്റ് എടുത്തിട്ടിട്ട് മൊത്തത്തിൽ എനിക്കങ്ങ് എന്താന്ന് പറയാൻ വയ്യ. അപ്പം ഞാനങ്ങ് മനസ്സിൽ ഭയങ്കര വിഷമമായി. കാരണം ഫ്ലൈറ്റിൽ വരേണ്ടതാണ്. കാണുന്നവർ വിചാരിക്കും എനിക്ക് ചിക്കൻ ബോക്സ് ആണെന്ന്. ഞാനിതെന്തോ പറയും, ആൾക്കാർ കണ്ടാൽ എന്തോ വിചാരിക്കും ഇങ്ങനെ. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ? എന്താ അമ്മേ, നാളെ ഒരു ദിവസം കഴിഞ്ഞാൽ മറ്റന്നാൾ ഞാൻ നാട്ടിൽ പോകേണ്ടുന്നതാണ്. ഞാൻ ഈ മുഖം വെച്ചുകൊണ്ട് എങ്ങനെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യും? എന്താ അമ്മ ഇങ്ങനെ വന്ന് എന്ന് ഞാൻ മനസ്സിൽ ആ വട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ഞാൻ മനസ്സിലിങ്ങനെ പറയുക, അമ്മ എന്താ അമ്മ ഇങ്ങനെയാന്ന്. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, അയ്യോ അമ്മയുടെ തൈലം എടുത്ത് പുരട്ടിയാലോ. ഇങ്ങനെ നമ്മൾ ഒരുപാട് സാക്ഷ്യത്തിലൊക്കെ കേൾക്കുന്നതല്ലേ. എങ്കിൽ ഒരു കാര്യം ചെയ്യും, ഈ പേസ്റ്റ് പോയി മുഖത്തുനിന്ന് കഴുകി കളഞ്ഞിട്ട് ആ തൈലം എടുത്ത് പുരട്ടാമെന്നും പറഞ്ഞ് ഞാൻ ബാത്റൂമിൽ പോകുന്നു, മുഖം കഴുകുന്നു, ആ പാടില്ല. ഇവിടെയും ഒരു പാട്. ഞാൻ 7 എണ്ണ എൻ്റെ മുഖത്തും ഇവിടെയായിട്ട് 8 പാട് ഇങ്ങനെ ചുമന്ന് പൊള്ളിയില്ല. പൊള്ളുന്നതിന് മുമ്പേ ഞാൻ പേസ്റ്റൊക്കെ പുരട്ടി. അപ്പോഴത്തേക്ക് എനിക്കത് വിശ്വസിക്കാൻ വയ്യ. അത് ഇന്നും എനിക്കത് ആരോടും അത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അത്ഭുതമാണ് ആ സംഭവിച്ചത്. തൈലമൊന്നും ഞാൻ പുരട്ടിയില്ല, പുരട്ടാനായിട്ട് മുഖം പോയി കഴുകിയതാണ്. അത് എങ്ങനെ പോയെന്ന് എനിക്കറിയാൻ വയ്യ. അങ്ങനെ അമ്മ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്ന്. ഇവിടെ സമയം കുറവാണ്, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അമ്മയ്ക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കട്ടെ. ഇന്ന് നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് അനുവദിച്ച ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഏഞ്ചൽ മരിയ സെബാസ്റ്റ്യൻ. എൻ്റെ വീട് ഇവിടെ മുഹമ്മയിലാണ്. ഞാനൊരു നേഴ്സാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ കൃപാസനം മാതാവിനെ പറ്റി കൂടുതൽ അറിയുന്നതും ആ പ്രാർത്ഥനയിലും തീക്ഷ്ണതയിലും കൂടുതൽ വളരുവാനായിട്ട് ആഗ്രഹിച്ചതൊക്കെ ആ ഒരു സമയത്താണ്. എൻ്റെ അമ്മയും അമ്മച്ചിയും ഒക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്, അങ്ങനെ എനിക്കറിയാം. പിന്നെ പ്രധാനമായിട്ടും ഞാൻ നഴ്സിങ്ങിന് പഠിച്ചപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിട്ടിരുന്ന എൻ്റെ ഒരു കൂട്ടുകാരത്തി, അവൾ എനിക്ക് വന്ന് പത്രം തരുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിലെ സാക്ഷ്യങ്ങളൊക്കെ വായിച്ചത് വഴിയായിട്ടാണ് അമ്മയുടെ ഒരുപാട് അത്ഭുത കാര്യങ്ങളും എല്ലാം അറിയുകയും അതിലേക്ക് കൂടുതൽ ഞാൻ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നതും അവൾ വഴിയായിട്ടാണ്. അപ്പോൾ തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല, നഴ്സിങ്ങിന് പഠിക്കുന്ന സമയത്ത്. എന്നാലും എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കും. അവളാണെങ്കിലും അവളുടെ തൈലവും കാശ്രൂപവും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ തരും. അങ്ങനെയൊക്കെ ആയിരുന്നു പഠിക്കുന്ന സമയത്ത്. എനിക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഫസ്റ്റ് ഇയർ ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് എന്നെക്കൊണ്ടെല്ലാം പറ്റും, ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ തീരാനുള്ളതേ ഉള്ളൂ, ഇതൊക്കെ എന്നൊക്കെ ഒരു ഇതിലാണ് ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോകുന്നത്. പക്ഷേ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി, ഇത് എന്നെക്കൊണ്ട് തന്നെ നടക്കുന്ന പരിപാടിയൊന്നും അല്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ തൊട്ട് ഞാൻ മാതാവിനെ കൂടെ കൂട്ടി. അതിനെന്നെ സഹായിച്ചത് എൻ്റെ കൂട്ടുകാരിയുമാണ്. എക്സാമിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ പഠിക്കാനിരിക്കുന്നതിന് മുന്നേ നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ 5:30 നമ്മുടെ ദിവസം തുടങ്ങുന്നത്. അത് കഴിയുമ്പോൾ കുർബാനയ്ക്ക് കൂടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കും.
പഠിക്കാനിരിക്കുന്നതിന് മുന്നേ തൊട്ട് മുന്നേ ആയിട്ട് അവൾ ഞങ്ങളുടെ എല്ലാവരുടെയും നെറ്റിയിൽ തൈലം കൊണ്ട് കുരിശ് വരച്ച് തരും. മാതാവിൻ്റെ വെഞ്ചരിച്ച തേന് ഞങ്ങൾ ഉപയോഗിക്കും. എന്നിട്ടൊക്കെയാണ് ഞങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും 40 പേരാണ് ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ഞങ്ങളുടെ കോളേജിൽ ഇതുവരെ 40 പേര് മൊത്തത്തോടെ ഫൈനൽ എക്സാം പാസ്സായിട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ബാച്ചിലെ എല്ലാവരെയും ഒരുമിച്ച് പാസ് ഔട്ടാക്കി വിടണേ എന്നുള്ളതാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ മെയിൻ എക്സാമിനൊക്കെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേനും ഉടമ്പടി എടുത്തിട്ടുള്ള കൂട്ടുകാർ അവരുടെ തൈലം ഉണ്ടല്ലോ, അപ്പോൾ അവർ 2 പേരിങ്ങനെ തൈലം പിടിച്ച് നിൽക്കും. നമ്മളെല്ലാവരും ഇങ്ങനെ ലൈൻ ബൈ ലൈനായിട്ട് വന്ന് അവരെല്ലാവരും നമ്മുടെ നെറ്റിൽ കുരിശ് വരച്ച് നമ്മുടെ വലത്തെ കൈൻ്റെ പത്തിയിലും കുരിശൊക്കെ വരച്ച് തന്നിട്ടാണ് നമ്മൾ എക്സാമിനൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്, യൂണിവേഴ്സിറ്റി എക്സാമിന്. അവസാനം റിസൾട്ട് വന്നപ്പോഴത്തേക്കിനും ഭയങ്കര അത്ഭുതമായിരുന്നു. ഞങ്ങൾ 40 പേര് ഒരുമിച്ച് BSc നഴ്സിംഗ് 4th ഇയർ നമ്മൾ പാസ്സായി. അന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണേലും ഉടമ്പടി എടുത്ത് നമ്മളിവിടെ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം 2024 ഞങ്ങൾ പാസ് ഔട്ടായത്. ഇന്ന് ഞാനിപ്പോൾ മാതാവിൻ്റെ ആൾത്താരയിൽ അത് എല്ലാവരുടെ മുന്നിൽ പറയുകയാണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പോൾ ഈ നിമിഷം വരെ നടക്കുന്നത് എല്ലാം അത്ഭുതമാണ്, വലിയ ബ്ലെസ്സിങ്സ് ആണ് എൻ്റെ ലൈഫിൽ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. നഴ്സിംഗ് കഴിഞ്ഞ് പാസ് ഔട്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഇനി എന്നാ ചെയ്യണ്ടേ, ജോലിക്ക് കയറണോ അതോ ഇനി എന്തെങ്കിലും പഠിക്കണോ, അങ്ങനെ കുറേ ആലോചിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ വേറൊരു കൂട്ടുകാരി വരെയായിട്ട് അവൾ എന്നോട് പറഞ്ഞു, നമുക്കെന്നാ OET പഠിക്കാൻ പോവാം, പഠിത്തത്തിൻ്റെ ആ ഒരു ടച്ച് വിടുന്നതിന് മുന്നേ നമുക്ക് OET അങ്ങ് ക്ലിയർ ചെയ്താലോ എന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ OET പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. 3 മാസത്തെ കോഴ്സ് എടുത്ത് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് OETയുടെ എക്സാമിന് നമുക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്പോർട്ട് വേണം. ഞാൻ പാസ്പോർട്ട് എടുത്തിട്ടില്ല. എൻ്റെ കയ്യിൽ മെയിനായിട്ടുള്ള ഐഡികളൊന്നുമില്ല. എന്ന് വെച്ചാൽ എൻ്റെ ആധാർ കാർഡിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, എനിക്ക് ലൈസൻസ് ഇല്ല, എൻ്റെ ഇലക്ഷൻ ID കാർഡിന് അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള IDs ഒന്നും തന്നെ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ചു. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇതിനെല്ലാത്തിനും ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടു. ആധാറിൻ്റെ കറക്ഷൻ അപ്ലൈ ചെയ്തിട്ടു, ID കാർഡിന് അപ്ലൈ ചെയ്തിട്ടു, പക്ഷെ ഒന്നും അങ്ങ് കയ്യിലോട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാസ്പോർട്ട് ഓഫീസിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അങ്ങനെ പോയി. ഞാനിങ്ങനെ പോകുന്ന വഴി 11:30-ക്കാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. ഞാൻ കാറിലിരിക്കുന്ന വഴി ഞാനിങ്ങനെ ജസ്റ്റ് ഫോൺ നോക്കിയപ്പോഴത്തേനും എൻ്റെ ആധാർ അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട്, ആധാറിലെ കറക്ഷൻ ശരിയായി വന്നിട്ടുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ ചെന്ന് പാസ്പോർട്ട് ഓഫീസിൽ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ നടത്തി. അപ്പോഴും എനിക്ക് ഒരു ID പ്രൂഫിന് കുറവുണ്ട്. അതെന്നാ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് മിസ്റ്റേക്സാണ്, സ്പെല്ലിങ് മിസ്റ്റേക്കാണ്. അപ്പോൾ എനിക്കതൊന്നും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ അവരെന്നെ തിരിച്ചു വിട്ടു. അവരെന്നോട് പറഞ്ഞു, ബാങ്കിലെ പാസ്ബുക്ക് ട്രാൻസാക്ഷനെല്ലാം ക്ലിയർ ആക്കി അത് അപ്ഡേറ്റ് ആക്കിയിട്ട് നാളത്തേന് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ക്ലാസ് കട്ട് ചെയ്തിട്ട് ഒരു ദിവസത്തേക്കിന് വേണ്ടിയിട്ട് പാസ്പോർട്ട് ഓഫീസിൽ വന്നേക്കുക. അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം കൂടെ ലീവ് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല, കാരണം എക്സാം ഒക്കെ അടുത്തിരിക്കുക OETയുടെ. അപ്പോൾ ഞാൻ എന്നാ ചെയ്യുമെന്ന് ഭയങ്കര വിഷമിച്ചു. എന്നിട്ട് ഞാൻ ആലപ്പുഴയിൽ നിന്ന് തിരിച്ച് മുഹമ്മയ്ക്ക് പോയി. വീട്ടിൽ ചെന്നിട്ട് ഞാൻ അമ്മയോട് ചോദിച്ചു, എന്നാ ചെയ്യും, ഇങ്ങനെ നാളെയും കൂടി ഇനി പോകേണ്ടി വരും, അപ്പോഴും ശരിയാകുമെന്ന് ഒരു ഉറപ്പുമില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, എന്നാൽ ബാങ്കിൽ പോയി അതിൻ്റെ കാര്യങ്ങൾ എന്നാന്ന് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെന്ന് ഒരു 4-5 പാസ്ബുക്കോളം ഇട്ട് നമ്മളെ ട്രാൻസാക്ഷൻ അതെല്ലാം പതിപ്പിച്ചാണ് എൻ്റെ 2020 മുതൽ 24 വരെയുള്ള എല്ലാ ട്രാൻസാക്ഷനും ഞാൻ പാസ്ബുക്കിൽ അങ്ങനെ കയറ്റി. അങ്ങനെ അതുമായിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ലേറ്റായി. എപ്പോഴും എനിക്ക് ഭയങ്കര എന്നാ ഇനി ചെയ്യും, ഇനി പോകണോ, നാളെ ഇനി ക്ലാസ് പോകും എന്നൊക്കെ ഞാനിങ്ങനെ കുറേ വിഷമിച്ചിരിക്കുക. അപ്പോൾ അമ്മ എനിക്ക് ഉടമ്പടി കാശ് രൂപം തന്നു. അങ്ങനെ ഞാനത് കൈ പിടിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എന്നാണേലും പോയി ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം, ഇനി അങ്ങനെ ശരിയായാലോ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി കാശ് രൂപം കയ്യിൽ പിടിച്ച് ഞാൻ പിന്നെയും പാസ്പോർട്ട് ഓഫീസിൽ തന്നെ പോയി. ഉച്ച കഴിഞ്ഞിട്ട് ഞാനവിടെ ചെന്നപ്പോഴത്തേനും എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. അവരൊക്കെ ഇങ്ങനെ ആരോ ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് ഇങ്ങനെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയ, ഭയങ്കര ചിരിച്ച് പ്ലസൻ്റായിട്ട് ആദ്യം അപ്പോയിൻമെൻറ്റ് സമയത്ത് ഓരോന്നേയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് തിരിച്ചു പോയ ഒരാളോട് ബിഹേവ് ചെയ്യുന്ന പോലെയല്ല. വന്നപ്പോഴത്തേനും ഭയങ്കര കാര്യമായിട്ട് അവരെന്നെ വെൽക്കം ചെയ്ത് എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ക്ലിയർ ആക്കി തന്നു. അന്ന് തന്നെ പാസ്പോർട്ട് ഓഫീസിലെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കാൻ വേണ്ടി പറ്റി. അത് അമ്മയുടെ ഉടമ്പടി കാശ് രൂപത്തിൻ്റെ വലിയൊരു അത്ഭുതമാണ്. കാരണം നമ്മൾ മാനസികമായിട്ട് ചിന്തിക്കുമ്പോഴത്തേനും നമുക്ക് ആ ഒരു സമയം കൊണ്ട് എൻ്റെ കയ്യിൽ അത് ചെയ്തു തീർക്കാനുള്ള ഡോക്യുമെൻറ്റ്സോ പ്രൂഫോ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. അതൊക്കെ പക്ഷേ ആ ഒരു സമയപരിധിക്കുള്ളിൽ എല്ലാം ക്ലിയർ ആക്കി കിട്ടി. എനിക്ക് അന്നുകൊണ്ട് പാസ്പോർട്ടിൻ്റെ എല്ലാം അപ്ലൈ ചെയ്ത് ക്ലിയർ ആക്കി കിട്ടി. അങ്ങനെ ഞാൻ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. കോയമ്പത്തൂരാണ് പോയത്. അവിടെ ചെന്ന്
എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേയും ഉടമ്പടി തൈലം കൊണ്ട് നെറ്റിയിൽ കുരിശ് വരയ്ക്കുകയും കാശ് കയ്യിൽ കൊണ്ടുപോകുകയും ചെയ്തിട്ടാണ് പോയത് എക്സാമിന്. എക്സാമൊക്കെ കഴിഞ്ഞു, തിരിച്ചിങ്ങോട്ട് ഇറങ്ങി. ഫ്രണ്ട്സ് ഒരു 10-14 പേരുണ്ടായിരുന്നു. എല്ലാവരും ഒക്കെ നമ്മൾ എക്സാം കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യുന്ന പോലെ എല്ലാവരും ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. കുറേ പേര് പറഞ്ഞു ഭയങ്കര ടഫായിരുന്നു, കുറേ പേര് പറഞ്ഞു എനിക്ക് ചില മൊഡ്യൂളിലൊക്കെ ഈസി ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എനിക്കിത് രണ്ടും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. എളുപ്പമാണോ എന്ന് പറയണമെന്നും അറിയത്തില്ല, പാടാണോ എന്ന് പറയണമെന്നും അറിയത്തില്ല, എന്താ എഴുതിയേക്കുന്നത്, എന്നതാ സ്പീക്കിങ്ങിനൊക്കെ പറഞ്ഞതെന്ന് പോലും എനിക്കറിയത്തില്ല. ഭയങ്കര എന്തുവാ ടെൻഷനില്ല, പാസ്സാകുമോ ഇല്ലയോ എന്നുള്ള ടെൻഷനൊന്നുമില്ല. പക്ഷേ എളുപ്പമാണോ പാടാണോ എന്ന് പോലും പറയാൻ പറ്റാത്ത വിധത്തിൽ എന്തോ ഒരവസ്ഥയായിരുന്നു. പക്ഷെ ഞാൻ അതിനെപ്പറ്റിയിട്ട് അങ്ങനെ ഭയങ്കര ബോധേഡായില്ല. കാരണം എൻ്റെ കയ്യിൽ ഞാൻ ഉടമ്പടി കാശ് രൂപവും അമ്മയുടെ തൈലം കൊണ്ട് ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ചിട്ടുമാണ് പോയേക്കുന്നത്. അപ്പോൾ പിന്നെ ബാക്കി അമ്മ നോക്കിക്കോളും എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അതിൻ്റെ കാര്യമേ വിട്ടു. സെപ്റ്റംബർ 24-ാം തീയതി എൻ്റെ OETയുടെ റിസൾട്ട് വന്നപ്പോഴത്തേനും എനിക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ OET ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അത് എൻ്റെ അടുത്ത സാക്ഷ്യമാണ്. പിന്നെ ഇങ്ങോട്ട് എനിക്ക് അയർലൻഡ് സ്കോറാണ് കിട്ടിയത്. അപ്പം അയർലൻഡിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ ആ വഴി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ DLന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പം എന്നേക്കാൾ ഞാൻ കഴിഞ്ഞിട്ട് DLന് അപ്ലൈ ചെയ്ത എൻ്റെ ഫ്രണ്ട്സിന് വരെ DL കിട്ടി. അപ്പോൾ എനിക്കങ്ങ് ടെൻഷനായി. അവർക്ക് കിട്ടിയതിൽ സന്തോഷം, പക്ഷേ എൻ്റെത് വരാണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ചെയ്തതിൽ എന്തായാലും ഇറർ വല്ലതും വന്നു കാണുമോ എന്ന് ഭയങ്കര ടെൻഷനാവാൻ തുടങ്ങി. അപ്പോൾ അത് ഓഗസ്റ്റ് 11 അപ്പോൾ ഞാൻ മാതാവിനോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു, അമ്മേ ഓഗസ്റ്റ് 15 അമ്മയുടെ സ്വർഗാരോപണത്തിന് മുന്നേ അല്ലെങ്കിൽ അന്നത്തെ ദിവസം എന്നെ അങ്ങ് ഹാപ്പി ആക്കണേ, അല്ലെങ്കിൽ അതിൽ മുന്നേ എൻ്റെ DL തന്ന് എന്നെയും കൂടെ അങ്ങ് ഹാപ്പി ആക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഓഗസ്റ്റ് 14-ാം തീയതി ആയപ്പോഴത്തേക്കിനും എനിക്ക് മെയിൽ വന്നു, എൻ്റെ DL അപ്രൂവായി. അങ്ങനെ അതെൻ്റെ അടുത്ത സാക്ഷ്യമാണ്. പിന്നെ അതിനുശേഷം ഇൻ്റർവ്യൂ കിട്ടണമല്ലോ. എൻ്റെ ഒരുപാട് സീനിയേഴ്സ് OET ക്ലിയർ ചെയ്ത് DL അപ്രൂവായി എല്ലാം കഴിഞ്ഞിട്ടും അവർക്ക് ഇൻ്റർവ്യൂസ് കിട്ടുന്നില്ല. അങ്ങനെ പലരുടെയും ഇത് എക്സ്പയർ ആയിപ്പോയിട്ടുണ്ട്. OET ആണെങ്കിലും DL ആണെങ്കിലും. DLന് 1 ഇയർ വാലിഡിറ്റിയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ എക്സ്പയർ ആയിപ്പോയ കുറേ സീനിയേഴ്സിനെ എനിക്കറിയാം. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി, ദൈവമേ ഇനി അങ്ങനെ ഇൻ്റർവ്യൂ കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചതെല്ലാം അങ്ങ് കയ്യിൽ നിന്ന് പോകത്തില്ല, ഇനി എന്നാ ചെയ്യുമെന്നൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷേ എൻ്റെ അയർലൻഡിലുള്ള എൻ്റെ ഒരു ചേട്ടനും ചേച്ചിയും എൻ്റെ കസിൻസ് വഴിയായിട്ട് എനിക്കും ഒരു ഇൻ്റർവ്യൂ ശരിയായി. അത് മാതാവിൻ്റെ വലിയൊരു പ്രവർത്തനമായിട്ട് ഞാൻ കാണുന്നു. കാരണം എൻ്റെ ലൈഫിൽ ഓരോ ഡിസിഷൻ എടുക്കാനും ഓരോരുത്തർ മാതാവ് പറഞ്ഞു വിട്ട പോലെ ഓരോരുത്തർ എൻ്റെ ലൈഫിലേക്ക് വരുകയും കറക്റ്റായിട്ടുള്ളൊരു ഡയറക്ഷനിലേക്ക് എന്നെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യമായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയത്. ഇൻ്റർവ്യൂവിന് ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് ആ സമയത്ത് നൈറ്റ് ഡ്യൂട്ടിയാണ്. ഞാനൊരു 5 നൈറ്റൊക്കെ ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് എന്താ ചിന്തിക്കേണ്ടതെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. അത്രയ്ക്കുള്ള ബോധം പോലും എനിക്കില്ല ആ സമയത്ത്. ഇൻ്റർവ്യൂ നമുക്കങ്ങ് നീട്ടി വെക്കാനും പറ്റത്തില്ല. എന്താണേലും ഞാനത് അറ്റൻഡ് ചെയ്യണം. അപ്പോഴും ഞാനിത് തന്നെയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഞാനപ്പോൾ ഹോസ്റ്റലിലായിരുന്നു. എനിക്ക് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പാകത്തിനുള്ളൊരു അറ്റ്മോസ്ഫിയർ ആ ഹോസ്റ്റലിലില്ലായിരുന്നു. ഒച്ചപ്പാടും ബഹളവും ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഇങ്ങനെ നിറഞ്ഞ് നമുക്ക് സ്വസ്ഥമായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു അരമണിക്കൂർ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാനോ പറ്റിയ ഒരു സാഹചര്യം എനിക്കില്ലായിരുന്നു. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടും ഇല്ലായിരുന്നു. ജസ്റ്റ് എന്തൊക്കെയോ വായിച്ചു എന്നല്ലാണ്ട് ഒരു സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യത്തിന് എനിക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയില്ല. അപ്പോഴും ഞാൻ ചെയ്തത് ഇത് തന്നെ ഉള്ളൂ. മാതാവിൻ്റെ കാശ് രൂപം മുറുക്കെ പിടിച്ചുകൊണ്ടായിരുന്നേ. കയ്യിലിങ്ങനെ ഒരു കയ്യിൽ ഫോൺ പിടിച്ച് ഒരു കയ്യിൽ കാശ് രൂപം കൊണ്ട് മുറുക്കെ പിടിച്ചിട്ടാണ് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. നെറ്റിയിൽ തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുകയും തേൻ കഴിക്കുകയും ഒരു നുള്ളു ഉപ്പൊക്കെ എടുത്ത് വായിലിട്ട് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് വഴി. കാരണം ഞാൻ നഴ്സിംഗ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ്, എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ എന്നാണേലും എവിടെ എത്തത്തില്ല. അതിന് മാതാവ് ഈശോ എൻ്റെ കൂടെ ഉണ്ടായാലും മാത്രമേ എനിക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ നല്ല ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയുടെ ഒറ്റ ബലത്തിൽ ഞാൻ ആ ഇൻ്റർവ്യൂവിന് ഞാൻ ഇരുന്നത്. ആദ്യത്തെ ഇൻ്റർവ്യൂ തന്നെ കിട്ടുകയും ജോലിയുടെ കാര്യം ഏകദേശമൊക്കെ ഉറപ്പാകുകയും ചെയ്തു. അതാണ് എൻ്റെ അടുത്ത സാക്ഷ്യം. അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് 2026 മാർച്ചിന് മുന്നേ ആയിട്ട് എന്നെ അയർലൻഡിൽ എത്തിക്കണേ. മാർച്ചിൽ എൻ്റെ ബർത്ത്ഡേയാണ്. അതാണ് അങ്ങനെ ആ ഒരു മന്ത് ഞാൻ ചൂസ് ചെയ്തത് അങ്ങനെയാണ്. മാർച്ചിന് മുന്നേ ആയിട്ട് എന്നെ ഒന്ന് അയർലൻഡിൽ എത്തിക്കണം, എനിക്ക് അവിടെ ഒരു ജോലി തരണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അതെൻ്റെ പ്ലാനായിരുന്നു. പക്ഷേ മാതാവിൻ്റെ ഈശോയുടെയും പ്ലാൻ കുറേ കൂടെ ബെറ്ററായിരുന്നു. എന്നെ ഈ മാസം തന്നെ അയർലൻഡിൽ ഞാൻ പോവാണ്. ഞാൻ ഈ വരുന്ന 12-ാം തീയതി ഫ്രൈഡേ ഞാൻ അയർലൻഡിൽ ജോബിന് വേണ്ടിയിട്ട് പോവാണ്. അതിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. എല്ലാം ഈശോയുടെ മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ടും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ
ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ആ ഒരു ഭക്തിയുടെ ഒക്കെ ഭാഗമായിട്ട് മാത്രമാണ് എനിക്ക് ഇന്നിപ്പോൾ ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്കൊരു ജോലി കിട്ടുകയും ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ ഈശോയുടെയും വലിയ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. അതിന് ഞാൻ ഒരിക്കൽ കൂടി മാതാവിനോടും ഈശോയോടും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് പത്രം കൊടുക്കുക എന്ന് തന്നെയായിരുന്നു. കാരണം ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ആവശ്യമുള്ളവരെ ഒരുപാട് കണ്ടുമുട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് വേദനിക്കുന്നവരെയും നമുക്കറിയാലോ, ഇപ്പോൾ ഒരു അസുഖം ഉണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, അല്ലെങ്കിൽ മരുന്ന് കൊണ്ട് മാത്രമല്ല ഒരു മനുഷ്യനെ സുഖപ്പെടുത്താൻ സാധിക്കുന്നത്. ഇപ്പം നമ്മുടെ കുറച്ച് നല്ല വാക്കുകളായിരിക്കാം, നമ്മൾ ഷെയർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അവർക്ക് ഭയങ്കര ഒരു അനുഭവമായിരിക്കും. അവർക്ക് അവരുടെ വിഷമങ്ങൾ കുറേയൊക്കെ മറക്കാനും ഒക്കെ നമ്മൾ കാരണം അവർക്ക് സാധിക്കും. അപ്പോൾ ഞാൻ കണ്ടുമുട്ടുന്നവർക്ക്, ഹോസ്പിറ്റലിൽ കാണുന്നവർക്കും, അതുപോലെ ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി ബസ്സിലും ബസ് സ്റ്റാൻഡിലൊക്കെ കാണുന്നവർക്കൊക്കെ ആയിരുന്നു പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ചാൽ അങ്ങനെ നമ്മളെ ഇങ്ങനെ കളിയാക്കി വിടുന്ന പോലെ തോന്നും. വാങ്ങിച്ചില്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ട്, അവർ തിരിച്ചെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലൊക്കെ എനിക്ക് ഭയങ്കര പാടായിരുന്നു. അപ്പം അമ്മയാണ് എന്നോട് പറഞ്ഞത്, നമ്മളിങ്ങനെ പത്രം കൊടുക്കുമ്പോഴത്തേനും അവർ തിരിച്ച് നമ്മളെ കളിയാക്കുകയോ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയൊക്കെ സംസാരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇരട്ടി ബ്ലെസ്സിങ് ആയിരിക്കും കിട്ടുന്നത്. അതിന് ഉറപ്പായിട്ടും ഒരു റിസൾട്ട് നമുക്ക് കിട്ടും, അതിനൊരു ആൻസർ ഉണ്ട് എന്ന് എന്നോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് അമ്മയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് പിന്നെ അതൊരു പ്രശ്നമല്ലാണ്ടായി. കൊടുക്കുമ്പോഴത്തേനും തിരിച്ച് കളിയാക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കങ്ങ് സന്തോഷമായി പിന്നെ. കാരണം അതിനെന്താണേലും എനിക്കൊരു ആൻസർ കിട്ടും. നമ്മൾ ബൈബിളിൽ പറയുന്ന പോലെ ദൈവത്തെ പ്രതി നമ്മൾ പരിഹാസത്തിനും നിന്ദനങ്ങൾക്കൊക്കെ നമുക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരിക്കും. നമുക്ക് അവിടെ അനുഗ്രഹം ഉറപ്പാണ്. അപ്പം എന്നെ ഇവിടെ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഉടമ്പടി പത്രം നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് മടിയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്നാ വിചാരിക്കും എന്നൊക്കെ നിങ്ങൾക്കൊരു തോന്നലോ വല്ലതും ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. നിങ്ങളെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുമോ, ഉടമ്പടി പത്രം കൊടുക്കുന്നതുകൊണ്ടോ കൃപാസനം മാതാവിനെ ചൊല്ലിയോ നിങ്ങളെ ആരെങ്കിലും പരിഹസിക്കുകയോ മറ്റും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഉറപ്പായിട്ടും ബ്ലെസ്സിങ് കിട്ടും. നിങ്ങൾ ചോദിക്കുന്ന കാര്യം നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മുടെ പ്ലാനിങ് അനുസരിച്ച് എപ്പോഴും കാര്യങ്ങൾ പോകണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പം എൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ ഞാൻ അടുത്ത വർഷത്തേക്കിന് പോകണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ മാതാവിൻ്റെ പദ്ധതി എന്നെ ഈ വർഷം തന്നെ കൊണ്ടുപോകാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ദൈവത്തിന്, മാതാവിന് നമ്മളെല്ലാവരെയും പറ്റിയിട്ട് നല്ലൊരു പദ്ധതിയുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും അപ്പുറമായിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നതിനെക്കാട്ടും ഇരട്ടി ബ്ലെസ്സിങ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളത് സ്വീകരിക്കാൻ മാത്രം തയ്യാറായാൽ മതി. നമ്മൾ ക്ഷമയോടെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. പിന്നെ ഉടമ്പടിയിലായിരിക്കുമ്പോഴത്തേനും ബൈബിൾ വായിക്കാനാണേലും ഒക്കെ ഞാൻ സമയം കണ്ടെത്തിയിരുന്നു. വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്നെക്കൊണ്ട് കറക്റ്റായിട്ടങ്ങ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ടൈം മാറ്റി വയ്ക്കുന്നുണ്ട്. അരമണിക്കൂർ ബൈബിൾ വായിക്കാനും പേഴ്സണൽ പ്രെയറിനാണേലും ദിവസവും നമ്മുടെ സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്നതിനാണേലും എല്ലാ ദിവസവും വിഷ്ണു കുർബാനയ്ക്ക് പോകാനാണേലും എല്ലാത്തിനും ഇപ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് എനിക്കുണ്ട്. അപ്പം ഇതെല്ലാം മാതാവ് തന്നൊരു ദൈവനാമത്തിന് സ്തുതി. പരിശുദ്ധ മാതാവിനും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് പൗർണമി, ഞാൻ കൊല്ലത്ത് നിന്നാണ് വരുന്നത്. ഇതെൻ്റെ മകൻ അർജുൻ, മകള് വൈഗ. എനിക്ക് അമ്മ മാതാവ് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കുന്നത്. ഞാൻ 1 വർഷത്തോളമായി ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു. എനിക്ക് എൻ്റെ കുടലിൽ ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ചെറിയ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ യൂട്യൂബ് ഇങ്ങനെ വെറുതെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കൃപാസനത്തിലെ കുറച്ച് സാക്ഷ്യങ്ങൾ കേൾക്കേണ്ടായി. അപ്പോൾ ഞാൻ മാനസികമായിട്ട് ഭയങ്കരമായ വിഷമത്തിലിരിക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഞാനിത് കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയാനതിന് വേണ്ടിയിട്ട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ പിന്നീട് ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ച് അറിഞ്ഞു. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കെൻ്റെ അസുഖം പൂർണ്ണമായും മാറിക്കിട്ടി. ആ സമയത്ത് എൻ്റെ മകൻ SSLC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യായിരുന്നു. അവന് ഫുൾ A+ കിട്ടണം എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു നിയോഗമായി അതിൽ ഓൺലൈൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ എക്സാമിന് പോകുമ്പോൾ ഞാൻ വീട്ടിലിരുന്ന് അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ മകന് ഫുൾ A+ നൽകി അനുഗ്രഹിക്കണമേ അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം അന്നെനിക്ക് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മാതാവിനോട് നേരിട്ടങ്ങ് പ്രാർത്ഥിക്കുക, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നു. എൻ്റെ മോന് ഫുൾ A+ നൽകി അമ്മ മാതാവ് അനുഗ്രഹിച്ചു.
അതിനുശേഷം ഒരുപാട് വർഷങ്ങളായിട്ട് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത്. എൻ്റെ അച്ഛൻ വളരെ കഷ്ടപ്പെട്ട്, ഞങ്ങൾ 2 പെൺമക്കളായിരുന്നു, വളരെ കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തി, 2 പേരെയും വിവാഹം ചെയ്ത് കൊടുത്തു. അപ്പോൾ അച്ഛനൊരു സപ്പോർട്ട് കൊടുക്കുക, അതിനു വേണ്ടിയിട്ട് എനിക്കും എൻ്റെ അനുജതിക്കും ഒരു ഗവൺമെൻറ് ജോലി, അത് ഞങ്ങളുടെ 2 പേരുടെയും സ്വപ്നമായിരുന്നു. ഞാനൊരു അക്രൈസ്തവയാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ഇത് പറയാമെന്ന് പറയുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡ് ഉടമ്പടി എടുക്കുന്ന കാര്യം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡ് സമ്മതിച്ചു. എന്നെ ഹസ്ബൻഡ് ഇവിടെ കൊണ്ടുവന്നു. കഴിഞ്ഞ 2025 ജൂലൈ 24-ാം തീയതി ഞാൻ ഉടമ്പടി ഇവിടെ വന്ന് എടുത്തതിന് ശേഷം ഞാൻ PSC റിസൾട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഞാൻ ഒരുപാട് വർഷമായിട്ട് PSC ടെസ്റ്റുകൾ എഴുതുന്നുണ്ട്. അങ്ങനെ ലിസ്റ്റുകളിൽ വന്നിട്ടില്ല, അതിനെനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഒരുപാട് പ്രയത്നിച്ചു അതിനു വേണ്ടിയിട്ട്, പക്ഷേ കഴിഞ്ഞില്ല. പക്ഷേ ഉടമ്പടി എടുത്തു. സമയ ചുരുക്കത്തിൻ്റെ മാതാവെന്ന് പറയുന്നത് വെറുതെ അല്ല. പെട്ടെന്ന് തന്നെ ഞാൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന ജോലിയാണ് ഒരു ടീച്ചർ ആവുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു UP സ്കൂൾ ടെസ്റ്റ് എഴുതിയിരുന്നു. അതിൽ എനിക്ക് റിസൾട്ട് വന്നു, ലിസ്റ്റിൽ ഞാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ എനിക്ക് അതിൻ്റെ ഫോർമാലിറ്റീസ് എല്ലാം മാതാവ് തീർത്തു തന്നു. ഞാൻ ഇൻ്റർവ്യൂവിന് പോയി, അതിൽ പാസ്സായി. അതിനുശേഷം എനിക്ക് ഈ കഴിഞ്ഞ നവംബർ 25-ാം തീയതി എനിക്ക് അഡ്വൈസ് ലഭിച്ചു. പക്ഷേ ആ അഡ്വൈസ് ലഭിക്കുന്നതിലൊരു മിറാക്കിള്, 21-ാം തീയതി എനിക്ക് അഡ്വൈസ് വന്നു. അത് സൈറ്റിലാണ് വന്നത്, എൻ്റെ PSC പ്രൊഫൈലിലാണ് വന്നത്. ഞാനത് അറിഞ്ഞില്ല. 24-ാം തീയതി രാത്രി ഞാനൊരു സ്വപ്നം കാണുകയാണ്. എൻ്റെ കയ്യിലേക്ക് ഒരു അഡ്വൈസ് വരുന്നു. ഞാനത് എടുത്ത് എൻ്റെ ഹസ്ബൻഡിനോട് പറയുകയാണ്, എനിക്ക് അഡ്വൈസ് വന്നു, എനിക്ക് മാതാവിനോട് പറയണം എന്ന് ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. എന്നിട്ട് ഞാൻ അറിയുന്നില്ല ഈ അഡ്വൈസ് എൻ്റെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട് എന്ന് ഞാൻ അറിയുന്നില്ല. 25-ാം തീയതി വൈകുന്നേരം 6 മണി ആയപ്പോഴേക്കും എൻ്റെ ഈ PSCയിലെ ഒരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ കുട്ടികൾ മെസ്സേജ് ഇട്ടിരിക്കുന്നു, അഡ്വൈസ് 7 പേർക്ക് പോയിട്ടുണ്ട് എന്ന്. ഞാനത് ഓപ്പണാക്കി നോക്കുന്നു, 7ാമത്തെ ആളായിട്ട് ഞാനുണ്ട് എൻ്റെ അഡ്വൈസ്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ അറിയിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ആ സ്വപ്നം കാണിച്ചു തന്നത് എന്നുള്ളത്. പിന്നെ പലതവണ ഞാൻ മാതാവിനെ മേഘത്തിൽ, മാതാവ് ഉണ്ണിയേശുവിനെയും കൊണ്ടിരിക്കുന്ന ഒരു രൂപം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ജോലി എന്ന് പറയുന്നത് അതെനിക്ക് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ എനിക്ക് അപ്പോയിൻമെൻറ്റ് വരും, ഞാൻ ജോയിൻ ചെയ്യും. എൻ്റെ കുറേ നാളത്തെ സ്വപ്നം എനിക്ക് മാതാവ് സാക്ഷീകരിച്ച് തരികയാണ്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുത്തെ പത്രം വാങ്ങിച്ച് ഞാൻ ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുമായിരുന്നു. പോയിട്ട് വരുന്ന വഴിക്ക് ഞാൻ ഈ കാണുന്ന, അതായത് അത് വലിച്ചെറിയില്ല എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് ഞാൻ ആ പത്രം വിതരണം ചെയ്യും. പിന്നെ എന്നോട് ആരെങ്കിലും ആഹാരത്തിനോ അല്ലെങ്കിൽ ഭിക്ഷയ്ക്കോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ളതുപോലെ ഞാൻ കൊടുത്ത് സഹായിക്കും. പിന്നെ ഒരു ശരണാലയത്തിലേക്ക് എല്ലാ മാസവും എന്നെക്കൊണ്ടാവുന്ന ഒരു ചെറിയ തുക ഞാൻ കൊടുക്കാറുണ്ട്. അത് ഇതുവരെയും മുടക്കം വന്നിട്ടില്ല. എന്നെക്കൊണ്ടാവുന്ന രീതിയിലെല്ലാം ഞാനത് ശ്രമിക്കുന്നുണ്ട്. പിന്നെ പ്രാർത്ഥനകൾ, 5:30-ക്കുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥന ഞാൻ ഒരു ദിവസം പോലും മുടക്കാറില്ല, ഞാനത് പ്രാർത്ഥിക്കും. പിന്നീട് അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം, അത് ഞാൻ കൂടും, ഷെയർ ചെയ്യും. എൻ്റെ മോള് അവൾ 9 വയസ്സായി. എല്ലാ ദിവസവും എന്നോടൊപ്പം ജപമാലയ്ക്ക് എൻ്റെ മോളിരിക്കും. അവൾക്ക് പ്രാർത്ഥനകളെല്ലാം അറിയാം. എൻ്റെ മോളും ഞാനും കൂടിയാണ് ജപമാല ചൊല്ലുന്നത്. അതിൽ ഞങ്ങൾ ഇതുവരെയും ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. 6 മണിയാവുമ്പോൾ എന്നോട് മോള് പറയും, അമ്മേ നമുക്ക് ജപമാല ചൊല്ലണ്ടേ എന്ന് ചോദിച്ചിട്ട് മോള് തന്നെയാണ് ഇങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് വരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്തൊരു സന്തോഷവും സമാധാനവും എൻ്റെ അമ്മ ഇന്ന് എനിക്ക് തരുന്നുണ്ട്. ഒരുപാട് നാളുകളായിട്ട് പലവിധ കാരണങ്ങളാൽ മാനസികമായി ഒരുപാട് വേദനകൾ അനുഭവിച്ചിരുന്നു. സമാധാനം ഇല്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഉടമ്പടിയിലായ ഈ 1 വർഷത്തോളമായിട്ട് ഞാൻ സമാധാനത്തോടെ ജീവിക്കുന്നു, സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇപ്പോഴാണ് ഞാൻ ജീവിതം എന്താണ് എന്ന് തന്നെ അറിയുന്നത്. എൻ്റെ അമ്മ മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി. അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വന്ന് ഉടമ്പടി എടുത്തതെങ്കിൽ ഇന്ന് ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് 11 പേരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൽ 4 പേരിന്ന് ഉടമ്പടി പുതിയതായിട്ട് എടുത്തിട്ടുണ്ട്.